ആരാധന ആരാധന കർത്താവെ അവിടുന്ന് ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതി ആരാധന 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 കർത്താവെ, മഹത്വം മഹത്വം മഹത്വം. ഈശോയെ നന്ദി നന്ദി നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ അനുഗ്രഹങ്ങളെ ഭൂമിയിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന, കൂടെ വസിച്ചുകൊണ്ട് അനേക ദിവസങ്ങൾ ശിശുമാരോടൊപ്പം ഉയർത്തെഴുന്നേറ്റ ഈശോ ഉണ്ടായിരുന്നു. ആ ഈശോയുടെ ഉയർപ്പിന്റെ സന്തോഷങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. ശിഷ്യന്മാരുടെ ഭയചകിതമായ ജീവിത മേഖലകളിൽ, അലഞ്ഞു തിരിച്ചലുകളിലെല്ലാം ഈശോ കണ്ടെത്തിയവരെ, അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഈശോ കടന്നു ചെന്നു. സുവിശേഷത്തിലുടനീളം എഴുതപ്പെടാത്ത അനേകം ജീവിത അനുഭവങ്ങൾ ഉയർത്തെഴുന്നേറ്റ ഈശോയെ കുറിച്ച് അനേകർക്ക് പങ്കുവയ്ക്കാനുണ്ട്. ഇന്ന് ഈ ഉയർപ്പ് കാലഘട്ടത്തിൽ സഭയോട് ചേർന്ന് നമ്മളായിരിക്കുമ്പോൾ, ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്കെല്ലാം അങ്ങ് ഇറങ്ങി വന്ന് ഞങ്ങളോട് സംവദിക്കണമേ, ഇടപെടണമേ എന്ന് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണ്. നമുക്കെല്ലാം ആഗ്രഹിക്കാം നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ ജോലി മേഖലകളുടെ, നമ്മുടെ ജീവിതത്തിന്റെ പല തലങ്ങളിലേക്ക് ഈശോയുടെ വലിയ സാന്നിധ്യം, പ്രസൻസ്, ഭയപ്പാടുണ്ടാവാം. ജീവിതത്തിൽ ഒന്നും കിട്ടാത്ത ഒരു വലിയ കഷ്ടപ്പാടിന്റെ ദിനരാത്രങ്ങളിലൂടെ നീ കടന്നു പോകുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ വെറുതെയുള്ള നടപ്പുകളായിരിക്കാം, ദിശയറിയാത്ത ചില യാത്രകളായിരിക്കാം, കണ്ണടയ്ക്കപ്പെട്ട ചില മേഖലകളൊക്കെ ആയിരിക്കാം. കണ്ണ് അടയ്ക്കപ്പെട്ട് എമ്മാവൂസിലേക്ക് പോയവരെ ഈശോ കണ്ടുമുട്ടി. കർത്താവിന്റെ മരണശേഷം അവന്റെ ഉയർപ്പിലൊന്നും അധികമൊന്നും വിശ്വസിക്കാതെ മീൻ പിടിക്കാൻ യാത്ര പോയ മുക്കുവർക്കിടയിലേക്ക് ഈശോ കടന്നു വരികയാണ്. സുവിശേഷവും പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കണം. ഭയചകിതരായി കഥകൾ പൂട്ടി അടച്ചിരിക്കെ ഉത്തിതനായ ഈശോ അവരുടെ മധ്യത്തിൽ ഇറങ്ങി വന്നു. അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലേക്ക് ഇറങ്ങി വന്ന് അവനോടൊപ്പം യാത്ര ചെയ്യാൻ ക്ഷണിക്കുന്ന ഉത്തിതനായ ഈശോയെയാണ് നമ്മൾ ഈ ഉയർപ്പ് കാലഘട്ടത്തിൽ കാണുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതുമെല്ലാം. ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ, എന്നെ ഒന്ന് നോക്കി കാണണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒസിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 3-4 വചനങ്ങൾ നമ്മൾ ഈ സമയത്ത് വായിച്ചു കേൾക്കും. എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. കർത്താവിന്റെ വചനമാണ്. നിന്നെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. വീണ്ടും വചനം പറയാണ്, ഞാൻ അവരെ എൻ്റെ കൈകളിൽ എടുത്തു. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ എടുത്തതിനെ കുറിച്ച്, കുരിശോളം നമ്മളെ ഉയർത്തി സ്വർഗത്തിന്റെ ഉദ്ധാനത്തിലേക്ക് നമ്മളെ ചേർത്ത് പിടിച്ചതിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്. ആ ദൈവത്തിന്റെ വലിയൊരു നൊമ്പരം ഈ കാലഘട്ടത്തെ കുറിച്ചും അന്ന് ഇസ്രായേൽ മക്കളെ കുറിച്ചും പ്രവാചകൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല. ഉത്ഥാനത്തിന്റെ സന്തോഷത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോഴും എന്നെയും നിങ്ങളെയും ഇന്ന് ഈ സന്തോഷത്തിന്റെ തലങ്ങളിലേക്ക്, സ്വർഗരാജ്യത്തിന്റെ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ഈശോയാണെന്നുള്ള ഓർമ്മ പലപ്പോഴും നമ്മുടെ കുടുംബത്തിന്റെയും മക്കളുടെ ഒക്കെ ഹൃദയങ്ങളിൽ ഇല്ല. ഈശോയുടെ വലിയൊരു ചിന്തയാണ്. എന്നിട്ട് വീണ്ടും കർത്താവ് പറയുകയാണ്, എങ്ങനെയാണ് അവൻ നമ്മളെ നടത്തുക? കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു. സ്നേഹത്തിന്റെ കയറ് തന്നെ, വലിയ കരുണയും സ്നേഹവും ചൊരിയുന്ന ഒരു കർത്താവിന്റെ വലിയ സ്നേഹമാണ് ഇന്ന് നമ്മളെ തഴുകി എത്തുന്നത്. ഈശോയെ, വീണ്ടും വചനം പറയുകയാണ്, ഞാൻ അവർക്ക് താടിയെല്ലിൽ നിന്ന് നുകം അയച്ചു കൊടുക്കുന്നവനായി ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. കുരിശിൽ നമുക്ക് വേണ്ടി തല ചായ്ച്ചു മരിച്ച ഒരു ഈശോ ഉണ്ട്. ബന്ധനങ്ങളും തകർച്ചകളും നുഖങ്ങളും എല്ലാം അഴിച്ചു മാറ്റുന്ന, കെട്ടുകൾ അഴിച്ചു മാറ്റുന്ന ഒരു കർത്താവ്. എല്ലാ മക്കളും ആഗ്രഹിക്കട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും ദൈവശക്തി ഇറങ്ങി വരുക. കർത്താവിന്റെ സ്നേഹവും കരുണയും നമ്മളെ എല്ലാം പൊതിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിലെ ദൈവകരുണ ഇറങ്ങേണ്ട എല്ലാ മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് ശക്തമായി നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, എന്റെ ജീവിതത്തിലേക്ക് നിന്റെ വലിയ കരുണ, നിന്റെ വലിയ സ്നേഹം ഈശോയെ, ചില കെട്ടുകള്, ചില ബന്ധനങ്ങള്, ഭയപ്പാടുകളുടെ ഓർമ്മകള്, കർത്താവെ, ചില ദാരിദ്ര്യ മേഖലകള്, ആത്മീയ ഭക്ഷണമില്ലാത്ത അവസ്ഥകള്, വരൾച്ചകള്, മുരടിച്ചകളെല്ലാം ഞങ്ങളുടെ ജീവിതങ്ങളിലുണ്ട് ഈശോയെ. ആ തലങ്ങളെല്ലാം നീ ഏറ്റെടുത്ത്
ഞങ്ങളെ ഹല്ലേലൂയ, അനുഗ്രഹിക്കണമേ എന്ന് ഹല്ലേലൂയ, പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹാലലുയ്യ ഹാലലുയ്യ ഹല്ലേലൂയ, ഹാലലുയ്യ. ഹല്ലേലൂയ, ഈശോയെ ഹല്ലേലൂയ, സ്തുതിക്കുന്നു, ഹല്ലേലൂയ, ആരാധിക്കുന്നു, ഹല്ലേലൂയ, ആരാധിക്കുന്നു, ഹല്ലേലൂയ, മഹത്വപ്പെടുത്തുന്നു, ഹല്ലേലൂയ, നന്ദി ഹല്ലേലൂയ, പറയുന്നു കർത്താവെ. എല്ലാ മക്കളെയും ചേർത്ത് വെച്ച് ദൈവത്തിന്റെ വലിയ കരുണ ഇറങ്ങാൻ ആഗ്രഹിക്കട്ടെ. കുടുംബ ജീവിതങ്ങളിലേക്ക്, മക്കളുടെ ജീവിത വ്യാപാരങ്ങളിലേക്ക് ഈശോയെ തീരുമാനമെടുക്കാൻ പറ്റാത്ത മക്കള്, ഈശോയെ എങ്ങും എത്താത്ത വലിയ കെണികളിലായിരിക്കുന്ന മക്കള്, അവരുടെയൊക്കെ ജീവിതത്തിന്റെ തകർച്ചകളിലേക്ക് ദൈവശക്തി വ്യാപരിക്കാൻ, ജോലി നഷ്ടപ്പെട്ട മക്കളിലേക്ക്, വിസ തടസ്സമുള്ള മക്കളിലേക്ക്, കണ്ണുനീരുകളിലേക്ക്, മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളിലേക്കെല്ലാം ദൈവത്തിന്റെ വലിയ ശക്തിയും കരുണയും ഇന്ന് ഈ മണിക്കൂറിൽ ഇറങ്ങി വരാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ഓരോ മക്കളെയും തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ പ്രായമെത്തി നിൽക്കുന്ന മക്കള്, വിവാഹം വേണ്ടെന്ന് പറയുന്ന മക്കള്, കുടുംബജീവിതത്തിന്റെ തകർച്ചകളിലേക്കെല്ലാം ഈശോയെ, ജോലിയില്ലാത്ത മക്കള്, ഈ രാജ്യം വിട്ടുപോകാൻ നോട്ടീസ് കിട്ടിയിരിക്കുന്ന മക്കള്, കർത്താവ് എല്ലാ മക്കളെയും തിരു മുൻപിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവെ. കുഞ്ഞുങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്ന, കുടുംബജീവിതത്തിന് സന്തോഷമില്ലാത്ത മക്കള്, യേശുവേ തകർച്ചകളിലേക്ക് നോക്കി വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. യേശുവേ 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 യേശുവേ. ആരാധന 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 ആരാധന. കർത്താവിന്റെ വലിയ സ്നേഹവും കരുണയും അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ ഈ കൂട്ടായ്മ ഏറ്റെടുക്കണേ. പരിശുദ്ധാത്മാവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും ആത്മാവിന്റെ നിറവ് കവിഞ്ഞ് കവിഞ്ഞൊഴുകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്നേഹത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വന്ന് നിറയണേ. ആരാധന ആരാധന ആരാധന. കർത്താവെ, എല്ലാ മക്കളെയും അവിടെ നിന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയെ, നിന്റെ വലിയ കരുണയും സ്നേഹവും മക്കളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, നിന്റെ വലിയ കാരുണ്യവും സ്നേഹവും ചോദിച്ചുകൊണ്ട് ഈ മണിക്കൂറിൽ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ തിരുഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വെച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ഭാരാവസ്ഥകളെ, ഞങ്ങളുടെ എല്ലാ കണ്ണുനീരുകളെ, കർത്താവെ, നിന്റെ കൈ നീട്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാ തലങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ഈശോയെ ആരാധിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒത്തിരി സന്തോഷം നിറഞ്ഞ ഒരു വലിയ ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ സന്തോഷമൊപ്പം ലോകമെമ്പാടും ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടി കൂടി ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ചപ്പലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന വചനമായിരുന്നു ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 3-4 വചനങ്ങൾ. കർത്താവ് എത്ര മാത്രമാണ് എന്നോടും നിങ്ങളോടും കരുണ കാണിക്കുന്നത് എന്ന് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനഭാഗമാണ്. ഹോസിയയുടെ പുസ്തകം മുഴുവൻ കർത്താവിൽ നിന്ന് അകന്നകന്നു പോകുന്ന ദൈവജനത്തെ കരുണയോടെ വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടുവരുന്ന, പിന്നാലെ പോകുന്ന, ബോധ്യങ്ങൾ കൊടുക്കുന്ന, സ്നേഹം ഒഴുക്കുന്ന ദൈവത്തിന്റെ വലിയ ഒരു സാന്നിധ്യത്തെ കുറിച്ചാണ്. അവിടെ കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ കരുണയും എല്ലാം എത്ര മാത്രമാണെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനഭാവം കൂടിയുണ്ട്. ഹോസിയയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 4-ാമത്തെ വചനമാണ്. ഹോസിയയുടെ പുസ്തകം 6:4 ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ കുറിച്ച് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്ത വൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ ഇറങ്ങി വരും. കർത്താവിന്റെ വചനമാണ്. എന്നിട്ട് വീണ്ടും വചനം പറയുകയാണ്, നിന്റെ സ്നേഹം എങ്ങനെയുള്ളതാണ്? നിന്റെ സ്നേഹം പ്രഭാത മേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമാണ്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഒരു മഞ്ഞുകണം പോലെയല്ല, മാഞ്ഞു പോകുന്ന ഒരു പ്രഭാത മേഘം പോലെയല്ല, മറിച്ച് വസന്ത വൃഷ്ടി പോലെ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ഒക്കെയാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിലുടനീളം നമ്മൾ കാണുന്നത്. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കാണുകയാണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായ കർത്താവ് 2 വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. വചനഭാഗം ഇതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വചനങ്ങൾ നമ്മൾ വിചിന്തനം ചെയ്യുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. 9-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു വചനം നമ്മൾ കാണുകയാണ്. ഇസ്രായേൽ മക്കളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. അപ്പോൾ കർത്താവിന്റെ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ചോയ്സ് നമ്മളിവിടെ കാണുന്നുണ്ട്.
ദൈവം തന്റെ ജനത്തെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു വചനഭാഗമാണ് 14-ാമത്തെ അധ്യായം. അങ്ങനെ 9-ാം അധ്യായം 14-ാമത്തെ വചനം തൊട്ട് 12-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം പ്രവൃത്തികൾ മൂലമല്ല, അവിടുത്തെ വിളി മൂലം തുടർന്നുകൊണ്ട് പോകേണ്ടതിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വിളി എന്ന് പറയുന്ന വലിയൊരു കരുണയാണ്. അപ്പോൾ ഞാനും നിങ്ങളും ഒക്കെ ഇന്ന് ക്രിസ്ത്യാനികളായിരിക്കുക, ഈ കർത്താവിന്റെ വിശ്വാസത്തിലും സഭയിലും ചേർന്ന് നിൽക്കുക വലിയൊരു വിളിയാണ്, വലിയൊരു കരുണയാണ്. ഇന്ന് പലരും പല ലോകത്തിലേക്ക് ചുറ്റുവാൻ നോക്കുക. നമുക്കറിയാം ഈ വിളിയും കരുണയും എത്ര വലുതാണ് എന്ന് ദൈവം നമ്മോട് കാണിച്ചു തരികയാണ്. എന്നിട്ട് കർത്താവിന്റെ ആ വലിയ സ്നേഹം ഇങ്ങനെയാണ് ഇത് സംഭവിച്ചത്. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു. അതായത് ഇസ്ഹാക്കിന്റെ 2 മക്കളാണ് യാക്കോബും ഏസാവും. പക്ഷെ വചനം പറയാണ്, യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏസാവിനെ ആകട്ടെ ഞാൻ വെറുത്തു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. നമുക്കൊരു വലിയൊരു നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണേണ്ട ഒരു വചനമാണ്. യാക്കോബിനെ ആകട്ടെ ഞാൻ സ്നേഹിച്ചു, ഏസാവിനെ ആകട്ടെ ഞാൻ വെറുത്തു. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വചനം കാണിക്കുക? നമ്മുടെ എല്ലാം മനസ്സിൽ തോന്നും, ഒരേ അമ്മയുടെ ഒരേ അപ്പന്റെയും മക്കളായ യാക്കോബിനെയും ഏസാവിനെയും കുറിച്ച് വചനം എഴുതിയിരിക്കുകയാണ്. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏസാവിനെ ആകട്ടെ ഞാൻ വെറുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? ദൈവത്തിന്റെ ഭാഗത്ത് അനീതിയുണ്ടെന്നോ? മാനുഷിക ബുദ്ധിയോടെ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും തോന്നുന്ന ഒരു കാര്യമാണ് അനീതിപരമായി ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ച്. ഇവിടെ അനീതിയുള്ള ഒരു ദൈവത്തെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്നാൽ പൗലോസ്ലീഹ വീണ്ടും ദൈവത്തെ നമ്മുടെ മുമ്പിലേക്ക് വെളിപ്പെടുത്തുകയാണ്. എങ്ങനെയാണ്? അല്ല, എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്നാണ് അവിടുന്ന് മോശയോട് അരുളി ചെയ്തിരിക്കുന്നത്. കർത്താവിന്റെ വലിയൊരു പ്രത്യേകത. ദൈവം ആരാണ്? നമ്മൾ ഇന്ന് കർത്താവിന്റെ കരുണയുടെ തിരുനാൾ ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ആദ്യ വെള്ളിയാഴ്ച ദിനം, കർത്താവിന് തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദിനം, ഈശോയുടെ മരണത്തെ നമ്മൾ ഓർക്കുന്ന ദിവസം. ഈ ദിവസം കർത്താവ് പറയുകയാണ്, ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ കാണിക്കുമെന്ന് അവിടുന്ന് മോശയോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ മനസ്സാണ്, ദൈവത്തിന്റെ ഹൃദയമാണ്. എന്നിട്ട് വീണ്ടും നമ്മളെല്ലാം പറയുന്ന ഒരു വചനഭാഗമുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടുമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പൗലോസ്ലീഹായിലൂടെ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്, ഞാനും നിങ്ങളും എന്തുമാത്രം പ്രയത്നിച്ചു എന്നുള്ളതല്ല, ഞാനും നിങ്ങളും എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിലല്ല, മനുഷ്യന്റെ ആഗ്രഹമല്ല, മനുഷ്യന്റെ പ്രയത്നമല്ല, മറിച്ച് ദൈവത്തിന്റെ ദയയാണ്, ദൈവത്തിന്റെ കരുണയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ഞാനത് കണ്ടിട്ടുണ്ട്. കാരണം ചില ജീവിതങ്ങൾ എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അത് ഒരു പക്ഷെ ഞാൻ എന്നെ അഹങ്കാരത്തോടെ പറയുന്നതല്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആർക്കും ഒന്നിനും ഒരു യോഗ്യതയൊന്നുമില്ല. എല്ലാവരെയും പോലെ ഒരാളാണ് ഞാനും. പക്ഷെ ചിലപ്പോഴെങ്കിലും ചില വ്യക്തികൾ ചോദിക്കും, സിസ്റ്റർ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ആൾക്കാർ കേട്ട് പോകുന്നുണ്ട്, ഒത്തിരി പേർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, അതിനേക്കാൾ ഭംഗിയായിട്ടാണ് ഞാൻ പ്രസംഗം പറയുന്നത്, അതിനേക്കാൾ ഭംഗിയായിട്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ എനിക്ക് അത്ര ആളുകളുടെ വ്യൂസ് ഇല്ല, അല്ലെങ്കിൽ അത്ര ആളുകളില്ല. പ്രിയപ്പെട്ടവരെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ആരുടെയും കയ്യിലല്ല. നമ്മൾ എത്രമാത്രം എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു അതിലൊന്നും ഒരു കാര്യമില്ല. ഈശോയുടെ കരുണയാണ്. ഞാൻ ചിലപ്പോൾ ചില ടോക്കുകളൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണവും ഉറക്കവും വന്നിട്ട് ഞാൻ ചില ടോക്ക് എടുക്കും. ചിലത് നന്നായിട്ട് ഒരുങ്ങി ക്ഷീണത്തോടെ നന്നായിട്ട് ഒരുങ്ങി മിടുക്കിയായിട്ട് ടോക്ക് എടുക്കാൻ ഞാൻ ചിലപ്പോൾ ചെയ്യും. ഭയങ്കരമായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച്. അത് മിക്കവാറും ആരും തന്നെ കാണിയാൽ ഭയങ്കരമായിട്ട് ക്ഷീണത്തോടു കൂടി എനിക്ക് എടുക്കേണ്ട ഒരു അവസ്ഥയിൽ ഞാൻ ധ്യാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായ അനോയിന്റിങ് ഞാൻ കണ്ടിട്ടുണ്ട്. സൂമിലാണെങ്കിലും അല്ലാതെയാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് പറ്റില്ല, ഈ ധ്യാനം ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അയർലൻഡിന് പോയിരിക്കുക. അപ്പൊ അയർലൻഡിലെ ധ്യാനത്തിന് ഇവിടുന്ന് രാവിലെ ഭയങ്കര തിരക്കായിരുന്നു. പെസഹ ബുധനാഴ്ച രാവിലെയാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഭയങ്കരമായ വൊമിറ്റിംഗ് ആണ്, എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അവിടെ ചെന്നിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് 2 കൂട് തരണം. ഒന്ന് ഛർദ്ദിച്ച് തീർക്കുമ്പോൾ അടുത്തത് ഛർദ്ദിച്ച് തീർക്കാനുള്ള കൂടാണ്. ആ ചേട്ടന്മാർ 2 കൂട് എൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ കൂടും കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ അന്ന് അവിടെ വചന ശുശ്രൂഷ ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കണം, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കറിയാം ഈ ശുശ്രൂഷ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ഓർത്താൽ പോലും ഒന്നും പറയാൻ പോലും പറ്റില്ല എനിക്ക്. പക്ഷേ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും ഞാൻ നിന്നെ ഇതുപോലെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെന്നൊന്നും പറയാൻ നിങ്ങളോട് ഞാൻ ഇന്ന് ഈ ശുശ്രൂഷ മുഴുവൻ നിന്റേതാണ്.
ഞാൻ ഇവിടെ ഇരിക്കുന്ന പോലും എനിക്ക് ആരോഗ്യം പോലും ഇല്ല. പ്രിയപ്പെട്ടവരെ, ആ ശുശ്രൂഷ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന ആളുകളില് എനിക്ക് തോന്നുന്നു 2 പേരെങ്ങാനും കരയാത്തുണ്ടെങ്കിലുണ്ട്. ബാക്കി എല്ലാവരും കരയുവാണ്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നുമേ പറഞ്ഞിട്ടില്ല. അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ ആദ്യത്തെ സാക്ഷ്യമാണ്. അവിടുത്തെ അച്ഛൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, ഇതെന്റെ ആദ്യത്തെ സാക്ഷ്യമാണ്. എന്നിട്ട് അച്ഛൻ പറയാണ്, അച്ഛൻ കരയുവാണ്. അച്ഛൻ ഇങ്ങനെ കണ്ണു നിറഞ്ഞ് കരയുവാണ്. ഞാൻ എന്തിനാ കരയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് സിസ്റ്റർ പറഞ്ഞതൊന്നും എന്നാന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ അതുപോലെ അച്ഛനിലേക്ക് ഈശോയുടെ സാന്നിധ്യം നിറയുകയാണ്. അപ്പൊ നമ്മൾ ആരും അല്ല ഒരു കാര്യങ്ങളും ചെയ്ത് ശരിയാകണം. ദൈവം പ്രവർത്തിക്കണം. പൗലോസ് പറഞ്ഞു വെക്കുകയാണ്, മനുഷ്യന്റെ ആഗ്രഹം അല്ല, മനുഷ്യന്റെ പ്രയത്നമല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ദൈവത്തിന്റെ കരുണയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. അപ്പൊ ഞാനും നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? ചെയ്യേണ്ട കാര്യം ഇതാണ്, കർത്താവിന്റെ മനസ്സിനോട് ഇണങ്ങാനുള്ള ഒരു ശ്രമം. ഈ കരുണ തിരുനാളെല്ലാം നമ്മൾ ആഘോഷിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കരുണയെന്ന് പറയുന്നത് ദൈവത്തിന്റെ മനസ്സിനിണങ്ങി കിട്ടുന്ന ഒരു കാര്യമാണ്. എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും, എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ അനുകമ്പ കാണിക്കും. വചനം പറഞ്ഞു വെച്ചിരിക്കുക. ഈ കരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോ കർത്താവിന്റെ കരുണ കിട്ടാൻ മാത്രം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം. ബാക്കി ഒന്നുമല്ല. നമ്മളിപ്പോ കുറെ കരുണക്കൊന്ത ചെല്ലിയത് കൊണ്ടോ കുറെ ദിവസങ്ങൾ നൊവേന ചെല്ലിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. മനുഷ്യന്റെ ആഗ്രഹം അല്ല, അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതല്ല അതിന്റെ പ്രയോറിറ്റി എന്നാണ് ഞാൻ പറഞ്ഞു വെക്കും. കരുണക്കൊന്ത ഇന്ന് ചെല്ലുന്നത് നിർത്തണമെന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. അതല്ല, അതിനും മുകളിൽ വചനം പറയാണ്, മനുഷ്യന്റെ ആഗ്രഹം അല്ല, പ്രയത്നമല്ല, മറിച്ച് ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. അതെ പ്രിയപ്പെട്ടവരെ, ഈ ദയയെ കുറിച്ചാണ് പൗലോസ് ശ്ലീഹ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ദൈവത്തിന്റെ കരുണയാണ്. അപ്പൊ ദൈവത്തിന്റെ ഒരു ചോയ്സാണ്. എന്റെ ഇഷ്ടം അല്ല ഇത്. അപ്പൊ നമ്മൾ ദൈവം ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു, ഇസ്രായേൽ മക്കളെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞ ദിവസം ഞാൻ 3-4 പേരുമായിട്ട് ഇന്നിപ്പോ പിള്ളേരിങ്ങനെ ആർഗ്യുമെന്റ് നടത്തുകയാണ്. സിസ്റ്ററെ, ദൈവം ഭയങ്കര പാർഷ്യാലിറ്റിക്കാരനാണെന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ഭയങ്കരമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽക്കാർ മാത്രമല്ല അന്നുണ്ടാകും, ചിലരെ മാത്രം ദൈവം ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി അവരിങ്ങനെ തീക്ഷ്ണമായിട്ട് പല കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്നോട്. പക്ഷെ ഇതിനെല്ലാം അപ്പുറത്ത് ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ ദയയിലേക്ക്, ദൈവത്തിന്റെ കരുണയിലേക്ക് എന്റെയും നിങ്ങളുടെയും മനസ്സിനെ എത്തിച്ചു വെക്കണം. കർത്താവെ, അതിനുള്ളൊരു കൃപ നീ എനിക്ക് തരണം. കർത്താവ് വീണ്ടും എന്റെ മനസ്സിനെ എപ്പോഴും സ്വാധീനിക്കുന്നത്. നമ്മൾ ഈ കരുണയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ എന്നെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വചനമാണ് മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായം. മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവുമാണ് മനസ്സിനേറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. മുന്തിരിത്തോട്ടത്തിലേക്ക് കൃഷിക്കാരെ വിളിച്ച ഒരു യജമാനന്റെ കഥയുണ്ട്. രാവിലെ തന്നെ മുന്തിരിത്തോട്ട ജോലിക്കാരെ കുറിച്ചാണ്. ജോലിക്കാരെ വിളിക്കാനായിട്ട് ഇറങ്ങി. കർത്താവ് ഇറങ്ങിപ്പോയി. കർത്താവ് അവിടെ ചെന്ന് കർത്താവ് ഓരോരുത്തരും കർത്താവിനുള്ള ഈശോ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു തോട്ടക്കാരന്റെ കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. ഇറങ്ങിച്ചെന്ന് പലരെയും പല സമയത്ത് കൊണ്ട് എല്ലാവരും കൂട്ടിക്കൊണ്ടു വന്നു. എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ 1 രൂപ വേതനം തരാം. അങ്ങനെ 1 ധനാറ വേതനം കൊടുക്കാന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു വന്നു. അവസാനത്തെ മണിക്കൂറിൽ എത്തിയപ്പോൾ കുറെ പേര് വെറുതെ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളും തോട്ടത്തിനോട് ചെല്ലും, നിങ്ങൾക്ക് ഞാൻ ന്യായമായ വേതനം നൽകാം. പ്രിയപ്പെട്ടവരെ, ആദ്യം വന്നവർക്കെല്ലാം പറഞ്ഞതെല്ലാം ഉറപ്പിച്ച് നീതിയോടെ പെരുമാറുന്ന ദൈവത്തെ നമ്മൾ കാണുകയാണ്. വന്നവർക്കെല്ലാം അവൻ തങ്ങളുടെ വേലയ്ക്കനുസരിച്ച് കൂലി കൊടുത്തു. അപ്പോ ഏറ്റവും അവസാനം വന്നവർക്കും അതേ ധനാറ കൊടുക്കുന്ന ഒരു കർത്താവിനെ നമ്മളിവിടെ കാണുന്നുണ്ട്. അതാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യം. ഏറ്റവും അവസാനം വന്നവർക്കും കർത്താവ് അതേ ധനാറ കൊടുത്തു. 11-ാം മണിക്കൂറിൽ എത്തിയവർക്കും അതേ ധനാറ. അവിടെ ഇപ്പൊ മറ്റുള്ളവരെല്ലാം പിറുപിറുത്തു. ഇപ്പൊ കർത്താവിന്റെ ഒരു വചനം പറയുന്നതാണ്, 15-ാമത്തെ വചനം. എന്റെ വസ്തുവകകൾ കൊണ്ട്, നമ്മുടെ മനസ്സിലിരിക്കണം, നമ്മൾ ഈ ദൈവകഥയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനസൂയപ്പെടുന്നു? ഇപ്രകാരം പിമ്പന്മാരുമായിരിക്കും. 20-ാമത്തെയും 18-ാമത്തെയും വചനമാണ്. എന്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ ഒരു ചോദ്യമാണ്. എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ കാണിക്കും. ദൈവത്തിന്റെ ചോയ്സാണ് പ്രിയപ്പെട്ടവരെ കരുണ എന്ന് പറയുന്നത്, മറക്കരുത്. ഇത് ദൈവത്തിന്റെ ചോയ്സാണ്. കർത്താവേ, ആ ചോയ്സിൽ എന്നെ ഉൾപ്പെടുത്തണമേ. ആ ചോയ്സ് ഇപ്പൊ ഇവിടെ ഈ 11-ാമത്തെ മണിക്കൂറില് എത്തപ്പെട്ട ആളുകൾ ദൈവത്തിന്റെ കരുണയുടെ ചോയ്സിന് പാത്രമാകാൻ ഒരു കാരണമുണ്ട്. ദൈവം വിളിച്ചപ്പോഴേ അവര് പോയി. കാരണം വിളി കിട്ടിയത് അപ്പോഴവർക്ക്. അപ്പോൾ ദൈവത്തിന്റെ കരുണയ്ക്ക്, ദൈവത്തിന്റെ ചോയ്സിന് ഞാൻ പാത്രമാകണമെങ്കിൽ ദൈവത്തിന്റെ വിളി കിട്ടുമ്പോ തന്നെ ഞാൻ പ്രവർത്തിക്കണം. ഇപ്പൊ ദൈവം വിളിച്ചപ്പോഴേ അവര് പോയിട്ടോ
അലഞ്ഞു തിരിഞ്ഞൊന്നും നിന്നില്ല. ഒറ്റ മണിക്കൂറോ ഉള്ളെങ്കിൽ 100% ആത്മാർത്ഥതയോടെ അവർ പരിശ്രമിച്ചു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ദൈവത്തിന്റെ ചോയ്സിൽ ഞാൻ നിങ്ങൾ പെടാനിടയാക്കും. ദൈവത്തിന്റെ ആ കരുണ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ രണ്ട് കാര്യം. എന്റെ വിളി ഏതാണ്? എന്റെ വിളിയിൽ അപ്പോൾ തന്നെ പ്രത്യുത്തരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? കുടുംബജീവിതത്തിലോട്ടായിരിക്കാം, ഒരു പഠന മേഖലയിലേക്കായിരിക്കാം, ഒരു പ്രത്യേക ജോലി സ്ഥലത്തേക്കായിരിക്കാം, ചിലപ്പോൾ സന്യാസത്തിലേക്കായിരിക്കാം. എന്റെ വിളിയിൽ അപ്പോൾ പ്രത്യുത്തരിച്ച ഞാൻ, പലരും പല ജീവിതാംശ പ്രവേശിച്ചവരോട് ഇരിക്കുന്നവർ, ഇനി എന്റെ ആത്മാർത്ഥത, എന്റെ സിൻസിരിറ്റി അത് എത്ര മാത്രമാണ്, അതിനെക്കുറിച്ച് കൂടി നമ്മൾ കർത്താവിൽ ചോയ്സിൽപ്പെടുന്ന ഒരു കാര്യമാണ്. ആ ഞാൻ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്ര നാളും എനിക്ക് സിൻസിയറായി വ്യാപരിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ആ ചോയ്സിൽ ഞാൻ പെട്ടിരിക്കും. ദൈവത്തിന്റെ കണ്ണിൽ ഞാനുണ്ട്. ഈ 20-ാമത്തെ അധ്യായം അതാ നമ്മളെ പഠിപ്പിക്കുക. ഇന്ന് പല പല വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കർത്താവിന്റെ വചനത്തില് റോമാക്കാർക്ക് ലേഖനം 9-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുകയാണ്, മനുഷ്യന്റെ ആഗ്രഹമല്ല, പ്രയത്നമല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിനും അടിസ്ഥാനം. ആ ദയ കിട്ടണമെങ്കിൽ, ആ ചോയ്സിൽ പെടണമെങ്കിൽ, കരുണ ദൈവത്തിന്റെ മാത്രം ചോയ്സ്, ആ ചോയ്സിൽ പെടണം. ഇന്ന് ഈ ലോകത്തില് ഒരു നിയമങ്ങളിൽ നമ്മൾ കരുണ കാണുന്നില്ല, നിയമങ്ങൾ ഒരിടത്തും കരുണ കാണുന്നില്ല. ആ ദൈവത്തിന്റെ കോടതിയിൽ ഒരു കരുണയുണ്ട്. നമുക്ക് സുപ്രീം കോർട്ടില് ജഡ്ജി ഒരു കാര്യം വിധിക്കുമ്പോ കരുണയുടെ മേലല്ല അദ്ദേഹം വിധിക്കുക. അദ്ദേഹം വിധിക്കുന്നത് നിയമങ്ങളും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ ദൈവത്തിന്റെ കോടതിയിലാണ് ഈ കരുണയ്ക്ക് സ്ഥാനമുള്ളൂ. ഈ കരുണയുടെ വലിയ ചോയ്സിലേക്ക് ഞാൻ പെടണമെങ്കിൽ എന്റെ സിൻസിയറിറ്റി, എന്റെ ആത്മാർത്ഥത, എന്റെ സഡൻ റെസ്പോൺസ് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണിക്കണം, റോമാക്കാരുടെ ലേഖനത്തില് 17-ാമത്തെ വചനം, വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു, ഭൂമിയിലെങ്ങും എന്റെ നാം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഉയർത്തിയത്. അപ്പൊ നമുക്കറിയാം, ഫറവോ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയിൽ ഒരാളല്ല, ഇസ്രായേൽ മക്കളിൽ ഒരാളല്ല ഫറവോ. പക്ഷേ ഫറവോയെ ദൈവകരുണ ഉയർത്തുന്നതായി വചനം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മൾ വിചാരിക്കരുത് ക്രിസ്ത്യാനികൾ ആയതുകൊണ്ടോ, ഞാനും നിങ്ങളും എന്നും പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ, എന്നും പള്ളിയിൽ പോകുന്നത് കൊണ്ടോ ദൈവകരുണയ്ക്ക് പാത്രീഭൂതരാകുമെന്ന് അതിനർത്ഥമില്ല. ദൈവം കരുണ കാണിക്കുന്നത് അവൻ ഇഷ്ടമുള്ളവരോട്. ഇനി എന്തിനാണ് ഈ കരുണ എനിക്ക് നിങ്ങൾക്കും കിട്ടുന്നത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല മേഖലകളിൽ കരുണ അനുഭവം. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും കരുണ അനേകം തലങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് തലങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കർത്താവ് നമ്മുടെ ജീവിതത്തില് കരുണയോടെ കടാക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളിവിടെ ഉണ്ടാവില്ല. അത്രമാത്രം കരുണ ദൈവം എനിക്കും നിങ്ങൾക്കും അനുവദിച്ചിട്ടുണ്ട്. ഈ കരുണ അനുവദിച്ച ഞാനും നിങ്ങളും, എന്തിനാണ് ദൈവം കരുണ അനുവദിച്ചത്? ഫറവോ എന്തിനാണ് കരുണയോടെ ഉയർത്തിയത്? തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ ഭാഗമല്ല ഫറവോ എങ്കിലും ദൈവം ഉയർത്താൻ ഒറ്റ കാരണമുള്ളൂ, എന്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ്. എന്നിട്ട് അടുത്ത വചനം വീണ്ടും ശ്രദ്ധിക്കേണ്ട വചനമാ, താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു, അതുപോലെ തന്നെ താൻ ഇച്ഛിക്കുന്നവരെ കരുണ ഹൃദയരാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിന്റെ ഈ ചോയ്സ് ആണ് കരുണ എന്നുള്ള കാര്യം ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക. അതിന് ഞാനും നിങ്ങളും സഡൻ റെസ്പോൺസും സിൻസിയറിറ്റിയും വേണം. ഇനി വീണ്ടും എന്തിനാണ് ദൈവം എന്നോട് കരുണ കാണിക്കുന്നത്? എന്റെ ജീവിതത്തെ ഉയർത്താൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. ഇന്നോളം എന്റെ കുടുംബത്തിലേക്ക് ഏതെങ്കിലും ജോലി മേഖലകളിലാകട്ടെ, കണ്ണുനീരുകളിലാകട്ടെ, സങ്കടങ്ങളിലായിരിക്കട്ടെ, കരുണയോടെ ദൈവം നിലനിർത്തിയിട്ടുണ്ട് എങ്കിൽ, പാപക്ഷമ തരുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മഹത്വം നമ്മൾ വെളിപ്പെടാൻ വേണ്ടിയാണ്. ഈ ദൈവമഹത്വം നമ്മൾ വെളിപ്പെടുന്നില്ല എന്ന് നമുക്ക് ദൈവത്തിന് തോന്നുമ്പോ ആ കരുണ നമ്മളിൽ നിന്ന് പിൻവലിക്കും കർത്താവ്. അപ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവമഹത്വം പ്രകടിപ്പിക്കാൻ തക്കവിധത്തിൽ ഒരു കരുണ ദൈവം എന്നോട് കാണിച്ചിട്ടുണ്ട്. ഇനി അത് ഞാൻ കണ്ടിന്യൂ ചെയ്യണം, ഞാൻ തുടരണം. എന്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട് പല ജീവിതങ്ങളിലും ദൈവത്തിന്റെ കരുണയുടെ പാത്രമായി മാറിയിട്ടും അത് മറന്നു പോകുന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട്. നമുക്കൊക്കെ ദൈവം ഒരുപാട് ബ്ലെസ്സിങ്, അർഹിക്കാത്ത അനേകം ബ്ലെസ്സിങ് കിട്ടിയവരാണ് ഇവിടെ ഇരിക്കുന്നത്. ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ അനേകം ബ്ലെസ്സിങ് എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ കരുണ കിട്ടിയ ദൈവത്തോടുള്ള എന്റെ റെസ്പോൺസ് ഇപ്പോൾ എന്താണ്? ഞാൻ നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തെ ആഴമായി ചേർത്ത് വെച്ച് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ വീണ്ടും മറ്റൊരു വചനത്തിലേക്ക് നമ്മൾ പോകുകയാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വചനങ്ങൾ. വലിയ കരുണയുള്ള ഒരു കർത്താവിനെ കുറിച്ച് നമ്മൾ വീണ്ടും കാണുക. ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വചനങ്ങൾ. നമുക്ക് ആ വചനത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച്
നമ്മുടെ ജീവിതത്തിൽ ദൈവകരുണ ഇന്നോളം കിട്ടിയ എല്ലാ മേഖലകളിൽ നിന്ന് ഓർത്തെ, കരുണയുടെ കയറ് പിടിച്ച് ഞാൻ നിന്നെ നടത്തി. ദൈവത്തിന്റെ വചനമാണ്. കർത്താവ് പറയാണ്, നിന്റെ മുഖം ഞാൻ അഴിച്ചു മാറ്റി, നിന്റെ കെട്ടുകളെല്ലാം ഞാൻ പൊട്ടിച്ചു. അത്രമാത്രം ദൈവം ഇവിടെ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും ചെറുതും വലുതുമായി അലഞ്ഞു തിരിഞ്ഞു നടന്ന എന്റെ ജീവിതത്തിലോട്ട് ദൈവത്തിന്റെ കരുണ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണ അനേക മേഖലകളിൽ, നിന്റെ ജീവിതത്തിന്റെ ചില മേഖലകളിൽ ദൈവം ഇറങ്ങി വന്ന് നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. തീരുമെന്ന് വിചാരിച്ച ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇടപെട്ടിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഒരു മനുഷ്യനോട് പറയാണ്, സിസ്റ്ററെ, വലിയ കടബാധ്യതകൾ, എന്റെ കൊച്ചിന് 30,000 പൗണ്ട് എന്റെ കൊച്ചിന് അടച്ചാൽ ഒരു പുതിയ പരീക്ഷയ്ക്ക് പാസ്സാകാൻ പറ്റൂ. അവന് പഠിച്ച് പാസ്സാകണമെങ്കിൽ അത്രയും പൗണ്ട് അടയ്ക്കണം. എന്റെ കയ്യിൽ ഇല്ലത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് ഒന്നും എന്റെ മുമ്പിൽ ഒരു മരണമല്ലാതെ മറ്റൊന്നുമില്ല. ആ കുടുംബം കർത്താവിന്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. പിറ്റേ ദിവസം അടയ്ക്കണം. മേല് വന്നിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അതിരാവിലെ വീണ്ടും മേല് വരികയാണ്. നിങ്ങൾക്ക് ഇത് അടയ്ക്കാൻ പറ്റുമെന്ന് നിങ്ങളെ അവര് സ്ക്രൂട്ടനൈസ് ചെയ്തപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് അടച്ചാൽ മതി. വചനം അവർക്കൊരു മേല് വരികയാണ്. അപ്പോൾ അവർ പറയാണ്, ദൈവത്തിന്റെ കരുണ ഞങ്ങൾ കണ്ടു, ദൈവത്തിന്റെ കരുണ ഞങ്ങൾ കണ്ടു, ഞങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കരുണ. അതുപോലെ അനേകം കരുണ ഇന്നിവിടെ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റെസ്പോൺസ് എന്താണ്? കരുണ കാണിച്ച ദൈവത്തോടുള്ള നമ്മുടെ ഇപ്പോഴത്തെ റെസ്പോൺസ് എന്താ? ആഴമായി നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ ഒന്ന് ഓർത്തു നോക്കിക്കേ. കഴിഞ്ഞ നാളുകളിലേക്ക് ദൈവം ചൊരിഞ്ഞ അനന്ത കരുണയെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, കർത്താവെ നന്ദി പറയുന്നു. ഈശോയെ, ഇന്ന് ഈ കൂട്ടായ്മയിൽ ദൈവത്തിന്റെ കരുണ പല മേഖലകളിൽ വെളിപ്പെടുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തില് ദൈവത്തിന്റെ കരുണ പല മേഖലകളിൽ ഇറങ്ങി വരാൻ ശക്തമായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന. കർത്താവേ, നിന്റെ കരുണയുടെ വാതിൽ എന്റെ മേൽ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, എന്റെ കുടുംബത്തിലേക്ക് ദൈവകരുണ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്റെ ജീവിതത്തെ ദൈവത്തിന്റെ കരുണയുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധയെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും വചനം ഓടിക്കാൻ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വചനങ്ങൾ. കർത്താവിന്റെ വലിയ ഒരു കരുണയെ കുറിച്ച് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന വചനഭാഗമാണ്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. വലിയൊരു ഉപദേശം ദൈവം തരികയാണ്. എന്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കും. മേലങ്കി എടുക്കുന്നവന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. കർത്താവിന്റെ വചനമാണ്. വലിയ ഒരു കരുണയുടെ മറ്റൊരു തലത്തെ കുറിച്ച് കർത്താവ് നമ്മോട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കരുണ എന്താണെന്ന്, കരുണ തന്നെയാണ് ഈശോ പഠിപ്പിക്കുന്ന ഒരു വചനമാണ്. അത് കരുണ എന്ന് പറയുന്നത് അത് ധാരാളമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് കുറച്ചുള്ളതല്ല, അത് ധാരാളമാണ്. പ്ലെന്റിഫുൾ എന്നാണ് കർത്താവിന്റെ കരുണയെ കുറിച്ച് പറയുക. പ്ലെന്റിഫുൾ. അങ്ങനെ അത്രമാത്രം ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ കരുണ അത്രമാത്രം തരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പൊ കർത്താവിന്റെ കരുണയെ കുറിച്ച് ഞാൻ നിങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കർത്താവിന്റെ കരുണയെ കുറിച്ച് മറ്റൊരു വചനം കൂടെ നമ്മൾ കുറെ വചനങ്ങളിലൂടെയാണ് കടന്നത്. ഈശോ ഇന്ന് പ്രഭാതത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കുറെ വചനങ്ങൾ തന്നു. ചില വചനങ്ങളോട് കൂടെ കടന്നു പോവുകയാണ്. യോഹന്നാൻ ശ്ലീഹയുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 9-ഉം 10-ഉം വചനങ്ങൾ. നമ്മൾ ഈ കർത്താവിന്റെ കരുണയെ കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം നമ്മളോട് പറയുകയാണ് കർത്താവിന്റെ കരുണയെ കുറിച്ച്. വീണ്ടും മറ്റൊരു വചനം പറയുകയാണ്. കാരണം തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ വെളിപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ കരുണയെക്കുറിച്ച്, ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിട്ട് അടുത്ത വചനമാണ്, ദൈവം തരുന്ന കരുണ പ്ലെന്റി ആണ്, അല്ലെങ്കിൽ തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ദൈവം കരുണ കാണിക്കുന്ന വചനം പറയാണ്.
നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, മറിച്ച് അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് ഈ സ്നേഹം, ഈ കരുണ അടങ്ങിയിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന് പകരമായിട്ടാണ് ദൈവം നമുക്ക് വലിയ സ്നേഹവും കരുണയും കാണിക്കുന്നതെങ്കിൽ കർത്താവിന്റെ സ്നേഹത്തിന് വിലയില്ല. കർത്താവിന്റെ സ്നേഹം പ്ലെന്റിയാണ്. അവൻ ഒന്നും നോക്കാതെ നമ്മൾ ഈ കർത്താവിന്റെ കരുണയും സ്നേഹവും നമുക്ക് തന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകൾ നമുക്കത് കാണാൻ പറ്റും. ഈശോ, ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തെ കുറിച്ച് നോക്കും. ഈശോയെ, എന്തുമാത്രം കരുണയാണ് ദൈവം എന്നോട് കാണിച്ചിരിക്കുന്നത്, എത്ര മാത്രമാണ് ദൈവത്തിന്റെ കരുണ എന്നോട് ദൈവം കാണിക്കുന്നത്. നമ്മൾ മറ്റൊരു വചനത്തിലേക്ക് പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 18-ാം അധ്യായം 21-ഉം 22-ഉം വചനങ്ങൾ. മത്തായി 18-ല് 21-ഉം 22-ഉം വചനങ്ങളിൽ നമ്മൾ കാണുകയാണ്. നമ്മൾ ഈ കരുണയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുക. അപ്പൊ നിങ്ങൾ ഈ വചനത്തിലൂടെ തന്നെ കടന്നു പോകുമ്പോൾ ഈ വചനത്തിന്റെ എല്ലാം കൃപ ഈശോ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് തരും. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയാണ്, നിർദ്ദയനായ കൃത്യന്റെ ഉപമ 18-ാം അധ്യായം 21-ഉം 22-ഉം വചനങ്ങളിൽ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 അല്ല 7 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ചെറുതൊരു കരുണയല്ല ദൈവം നമ്മളോട് കാണിച്ചത്. അപ്പൊ ഈ കരുണയുടെ തിരുനാളിനെ കുറിച്ച് ഓർത്ത് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന, കരുണയുടെ നൊവേനകൾ ചൊല്ലുന്ന, കരുണ കൊന്തകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നമ്മളോട് കർത്താവ് പറയാണ്, നിന്റെ കരുണയും ഇതുപോലെ പ്ലെന്റിഫുൾ, അതായത് ധാരാളമായിട്ട് കരുണ കാണിക്കാൻ പക്ഷെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് കർത്താവിന്റെ കരുണയുടെ മറ്റൊരു വലിയ പ്രത്യേകതയെക്കുറിച്ച് കർത്താവ് പറയാണ്. അപ്പോൾ ഈശോ ഒരു ഇൻവിറ്റേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ കരുണ എന്ന് പറയുന്നത് ഞാനും നീയും സ്വീകരിച്ച് അങ്ങ് കൊടുക്കണം. ഈ ചോയ്സ് എനിക്ക് കിട്ടണമെങ്കിൽ ഈ കരുണയെ ഞാനും നിങ്ങൾ സ്വീകരിച്ചിട്ട് കൊടുക്കണം. കർത്താവിന്റെ കരുണ അനുഭവിച്ച ഏതാനും വ്യക്തികളെ നമ്മൾ വചനത്തിലൂടെ കാണുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് കാണുന്നത് മോശയെ നമ്മൾ കാണും. ദൈവത്തിന്റെ വലിയ കരുണ, ഇസ്രായേൽ മക്കളെ ദൈവം തെരഞ്ഞെടുത്ത പഴയ നിയമ ജനതയുടെ ഉടനീളം കർത്താവ് കരുണ കാണിക്കുകയാണ്. ഇവര് കർത്താവിനെ മറുതലിച്ചു, കർത്താവിനെതിരെ പരാതി പറഞ്ഞു, എന്നിട്ടും മേഘസ്തംഭത്തിനും അഗ്നിസ്തംഭത്തിനും കൂടെ നടക്കുന്ന ഒരു കർത്താവ് നമ്മൾ കാണും. അതിനെക്കുറിച്ച് ഒന്നും വചനം പറയുന്നില്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകണം. പുറപ്പാട് 16-3 വായിക്കുന്നില്ല, നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിന്റെ വലിയ കരുണയാണ് പഴയ നിയമത്തിലൂടെ ഉടനീളം നമ്മൾ കാണുകയാണ്. ഇസ്രായേൽ മക്കളെ തെരഞ്ഞെടുപ്പ് തന്നെ വലിയൊരു കരുണയാണ്. എന്നിട്ട് അവർ മറുതലിച്ച് ഓടി പോകുമ്പോഴും വീണ്ടും കരുണ കാണിക്കുന്ന ഒരു ദൈവം, കരുണയോടെ ചേർന്ന് നടക്കുകയാണ്. ഇനി വീണ്ടും കർത്താവ് വലിയ കരുണ കാണിച്ചുവെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ് ദാവീദ് രാജാവ്. ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യനാണ് ദാവീദ്. എന്നാൽ വലിയ കുറവുകൾ അവന്റെ ജീവിതത്തിൽ വന്നു. എന്നാൽ ദൈവ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കർത്താവേ, നിന്റെ കാരുണ്യത്വവിധം എന്നോട് ദയ തോന്നണമേ. സങ്കീർത്തന പുസ്തകം 51-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ പറയുകയാണ്. വലിയ കരുണ കാണിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ ദാവീദിലുടനീളം കാണുകയാണ്. ഇനി മറ്റൊരു വ്യക്തി നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുക, പുതിയ നിയമത്തില് വിശുദ്ധ പൗലോസ്ലീഹായെ നമ്മൾ കാണുക. ദൈവത്തിന്റെ അനന്ത കരുണ കിട്ടിയ ഒരു വ്യക്തി. അത് നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവർത്തനം 7-ാമത്തെ അധ്യായത്തിലാണ്. 7-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും, സ്തേഫാനോസിനെ തറച്ച് കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 7-ാമത്തെ അധ്യായത്തില് പൗലോസ്ലീഹായാണ് സ്തേഫാനോസിനെ കൊല്ലാനായിട്ട് അപ്പോസ്തല പ്രവർത്തനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ എല്ലാം നിന്ന് അവര് കൊല്ലുമ്പോ ഇതിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണും. ഇതിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തി പൗലോസ്ലീഹ. സാവൂൾ എന്ന യുവാവിന്റെ കാൽക്കൽ അവരതെല്ലാം സമർപ്പിച്ചു എന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുക. കൃത്യമായ വചനഭാഗം എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരുന്നില്ല. അപ്പൊ നമ്മൾ അവിടെ വചനം കാണുന്നത് അങ്ങനെയാണ്. സാവൂൾ എന്ന യുവാവിന്റെ കാൽക്കൽ അവരെല്ലാം കൊണ്ടുപോയി അങ്ങ് സമർപ്പിച്ചു. അപ്പൊ സമർപ്പിച്ചപ്പോ ഈ ഒരാളെ വേദനിപ്പിച്ച് കല്ലെറിഞ്ഞ് ക്രിസ്തുവിന്റെ സനിയായി ഒരാളെ കൊന്നിട്ട് അതിന് സാക്ഷ്യം വഹിച്ച പൗലോസ്ലീഹായോട് ദൈവം വലിയ കരുണ കാണിച്ച് കർത്താവിന്റെ അപ്പോസ്തലനായി തെരഞ്ഞെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആർക്കും അത് ചിന്തിക്കാൻ പറ്റില്ല. എന്തുമാത്രം വലിയൊരു കരുണയാണ് കർത്താവ് പൗലോസ്ലീഹായോട് കാണിച്ചത്. അതുപോലെ കരുണ. അപ്പോൾ ഈ ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ കരുണയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലോട്ട് നോക്കണം, എന്തുമാത്രം കരുണയാണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത്. വീണ്ടും നമ്മൾ കാണുന്ന അടുത്ത വ്യക്തിയാണ് സുവിശേഷത്തിൽ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൾ കല്ലെറിയട്ടെ. അപ്പോൾ വീണ്ടും കരുണ കാണിക്കുന്ന ഒരു കർത്താവിനെ കാണുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കർത്താവിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ ഇതിലൊന്നും ലോകത്തിന്റെ ഒരു മൂല്യങ്ങൾക്കും ഈ കരുണ അളക്കാൻ പറ്റില്ല. ഒരു നിയമങ്ങൾക്കും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വ്യക്തികളോട് ദൈവം കാണിച്ച കരുണയെക്കുറിച്ച് അളക്കാൻ പറ്റില്ല എങ്കിൽ
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് നിയമമുണ്ട് ഈ ലോകത്തിലെ കർത്താവ് കാണിച്ച കരുണയെ അളക്കാതിരിക്കാൻ? കർത്താവ് അത്രമാത്രം കരുണയാണ് എന്നോട് നിങ്ങളോടും കാണിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തികൾ പോലും പലപ്പോഴും കരുണയില്ല നമ്മളോട് പെരുമാറാറുണ്ട്. പലപ്പോഴും ഇന്ന് ഞാൻ ഒരു അച്ഛന്റെ സാക്ഷ്യം കേട്ടത് എങ്ങനെയാണ്, ഒരിക്കലും തേക്കാത്ത ഒരു വ്യക്തി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ അവന്റെ പുറകെ പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഇന്നത്തെ അത് ചെറുപ്പക്കാരന്റെ അച്ഛന്റെ സാക്ഷ്യമാണ്. ഇന്ന് പലരും ഇഷ്ടമുള്ളവരെ സ്നേഹിച്ചു പോകും, കുറച്ചും അവരെല്ലാം തേച്ചിട്ട് പോകും. അച്ഛൻ പറയാണ്, ഒരിക്കലും തേക്കാത്തൊരു വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞാണ് എന്റെ ജീവിതം ഞാൻ അവന് സമർപ്പിച്ചത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് പ്രിയപ്പെട്ടവരെ പലരിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കുകയാണ് ഞാനും നിങ്ങളും. ഒരു കരുണ കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ എംപ്ലോയീസ് ആകുമ്പോൾ അവര് നമ്മുടെ ഓഫീസറുടെ മാനേജർമാരോടൊക്കെ നമ്മൾ ചിലപ്പോൾ കരുണ ചോദിക്കും. ആരും നമ്മളോട് കരുണ കാണിച്ചു, ഇപ്പൊ ജീവിത പങ്കാളി ഒരു കരുണ കാണിച്ചെന്ന് ചിന്തിക്കുന്നവരുടെ ഇരിപ്പുണ്ട്. പക്ഷെ കർത്താവ് പറയുകയാണ്, ദൈവത്തിന്റെ കരുണ തുച്ഛമല്ല പ്രിയപ്പെട്ടവർ, അത് ഒത്തിരി വലുതാണ്. ഈ വചനങ്ങളിലൂടെ ഈ വ്യക്തികളോട് എല്ലാം കാണുമ്പോൾ എന്റെയും നിങ്ങളുടെയും ബുദ്ധികൾക്കൊക്കെ അപ്പുറത്തൊരു കരുണയുണ്ട് ദൈവം നമ്മളോട് കാണിക്കുന്നത്. അപ്പോൾ ആ കരുണയാണ് നമ്മൾ ഇന്ന് ഈശോയോട് ചോദിക്കുന്നത്, ഈശോ എനിക്ക് തരണമേ, എന്റെ ജീവിതത്തോട് ആ കരുണ നീ കാണിക്കണമേ എന്ന് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുക. ഇനി നമ്മൾ വീണ്ടും കർത്താവിന്റെ കരുണയുടെ ഒരു പ്രത്യേകത പ്രോ ആക്റ്റീവാണ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് ഇപ്പം തന്നു തീരുകയല്ല, അതിങ്ങനെ ജീവിതത്തിലുടനീളം കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ കരുണയെന്ന് പറഞ്ഞാൽ. നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 31-ാമത്തെ വചനത്തിലാണ്. ലൂക്കായുടെ സുവിശേഷം 6:31 നമ്മൾ വീണ്ടും ദൈവത്തിന്റെ കരുണയെ കുറിച്ച് കാണുകയാണ്. ദൈവത്തിന്റെ കരുണ പ്രോ ആക്റ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കരുണ നമ്മൾ കാണുന്നത്. ഈ കരുണ തിരുനാളായതുകൊണ്ട് ഈ വചനം തന്നെ ഞാൻ എടുത്ത് നിങ്ങളോട് സംസാരിക്കുക. ഈശോ ഇന്ന് ഈ വചനമാണ് നിങ്ങളോട് പറയാനായിട്ട് എന്നോട് പറഞ്ഞത്. 6-ാം അധ്യായം 31-ാമത്തെ വചനത്തില് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. എങ്ങനെയായിരിക്കണം എന്ന് കർത്താവിന്റെ വചനമാണ്. 6-ാം അധ്യായം 31-ാമത്തെ വീണ്ടും മത്തായി 5:45 നമ്മൾ കാണുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 45-ാമത്തെ വചനത്തില് വീണ്ടും മറ്റൊരു വലിയ കരുണയെ കുറിച്ച് വചനം കാണിച്ചു തരികയാണ്. ഈശോയുടെ വലിയ കരുണ അതാണ്. അവിടെ പറഞ്ഞു വെക്കുകയാണ്, അയൽക്കാരനെ സ്നേഹിക്കുക. കാരണം ഈ കരുണ കിട്ടി എന്റെ ജീവിതത്തിൽ ഈ കരുണ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലാതെ ഞാൻ മാത്രം സ്വന്തമാക്കി മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവരുടെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് നിർദ്ദയനായ പുത്രന്റെ ഓമയിൽ ഈശോയുടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിന്റെ കരുണ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചൂഴ്ന്നു നിൽക്കണം, എപ്പോഴും എന്റെ ജീവിതത്തിൽ ആ കരുണ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം എന്ന് ഈശോ പറയുകയാണ്. ഇനി ഈ കരുണ എന്ന് പറയുന്നത് വെരി പേഴ്സണലാണ് പ്രിയപ്പെട്ടവർ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കരുണയുടെ വിവിധങ്ങളായ ഭാവങ്ങൾ നമ്മൾ കാണുമ്പോൾ കരുണ എന്ന് പറഞ്ഞാൽ വലിയ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവമാണ്. എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അനുഭവിച്ച് വ്യക്തിപരമായി ഞാൻ പങ്കുവെക്കും. ഞാൻ വ്യക്തിപരമായി, നമുക്ക് സമൂഹപരമായിട്ടൊക്കെ കാണിക്കാൻ എളുപ്പമുണ്ട്. വ്യക്തിപരമായി എനിക്ക് കരുണ കാണിക്കാൻ വളരെ പാടായിട്ട് നമുക്ക് മനസ്സിലാകും. അത് നമ്മൾ കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം വീണ്ടും 32-ാമത്തെ വചനത്തിൽ വ്യക്തിപരമായ കരുണയെ കുറിച്ച് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും കർത്താവിന്റെ കരുണയെ വ്യക്തിപരമായിട്ട് കാണണം, വ്യക്തിപരമായിട്ട് അതിനോട് ചേർന്നിരിക്കണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു വചനമാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നത് മേന്മയാണുള്ളത്. പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വ്യക്തിപരമായ കരുണയാണ്, ഇങ്ങോട്ട് കിട്ടുന്നതല്ല ഞാൻ നിങ്ങളെ അങ്ങോട്ട് ചെയ്യേണ്ടത്. വ്യക്തിപരമായ ഒരു കരുണ ഞാനും നിങ്ങളും ദൈവത്തോടും സഹോദരങ്ങളോടും എല്ലാം എന്റെ ദൈവത്തിന്റെ കരുണ അനുഭവിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളോട് കാണിക്കണം. ഈശോയെ, ഞാൻ വ്യക്തിപരമായ കരുണ അനുഭവിച്ച വ്യക്തിയാണ്. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങൾ എത്ര നിഷേധിച്ചാലും ഈ ഞാനും നിങ്ങളും കർത്താവിന്റെ വലിയ കരുണ പല മേഖലകളിൽ അനുഭവിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഈ കരുണ കാണിക്കാൻ ഒരു ഇൻവിറ്റേഷൻ എനിക്കുണ്ട്, ഈ കരുണയിലേക്ക് വരാനുള്ള ഒരു ക്ഷണവും എനിക്കുണ്ട്. ഇതൊരു ചോയ്സാണ്. അപ്പോൾ ഈ ചോയ്സ് എന്താണെന്ന്, എങ്ങനെ ചോയ്സിൽ വരണം നിങ്ങളോട് ആദ്യമേ ഞാൻ പറഞ്ഞു. നമ്മുടെ റെസ്പോൺസും നമ്മുടെ സിൻസിരിറ്റിയാണ് ഈ കരുണയുടെ ചോയ്സ് നമ്പർ 1. അല്ല ഞാനും നിങ്ങളും ചൊല്ലിക്കൂട്ടുന്ന അനേകം പ്രാർത്ഥനകളല്ല. എൻ്റെ മനസ്സിന്റെ സിൻസിരിറ്റി എന്ന് പറയുന്നത് ദൈവകരുണ കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം ദാവീദിനോട് ദൈവം കരുണ കാണിച്ചു. അവൻ പാപം ചെയ്തെങ്കിലും കരുണ കാണിക്കാൻ ഒറ്റ അവന്റെ മനസ്സിന്റെ ആത്മാർത്ഥതയാണ്. നമുക്കറിയാം പൗലോസ്ലീഹ തന്റെ പ്രിയപ്പെട്ട സ്തെഫാനോസിനെ കൊല്ലാൻ കൂട്ടുനിന്നിട്ടും കർത്താവ് കരുണ കാണിക്കാൻ അവൻ ചെയ്ത ജോലിയിൽ അവന്റെ സിൻസിരിറ്റി, അവന്റെ ആത്മാർത്ഥതയെ ദൈവം കണ്ടപ്പോ വലിയ കരുണ ദൈവം അവനോട് കാണിക്കുക. പാപിനിയായ സ്ത്രീയോട് ദൈവം വലിയ കരുണ കാണിക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ കൂടനീളം കരുണ കാണിക്കാൻ കാരണം ഒരു ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്.
കുറവുകളുണ്ടെങ്കിലും ബലഹീനതകൾക്കപ്പുറത്ത് ഒരു സ്നേഹം ദൈവത്തോട് കാണിക്കുന്ന ജനത്തെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവകരുണയിൽ ഞാൻ നിങ്ങളെ സ്ഥാനം പിടിക്കാൻ നമ്മുടെ റെസ്പോൺസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി ദൈവത്തിന്റെ കരുണയിൽ എനിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഗിഫ്റ്റുകൾ എന്താണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ടോക്ക് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പൗലോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വചനങ്ങളോട് നമ്മളൊന്ന് വായിക്കുക. പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ വലിയൊരു പ്രതീക്ഷയെ കുറിച്ച് വചനം പറഞ്ഞു വെക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യാതിരേകത്താൽ യേശുക്രിസ്തുവിന്റെ മരിച്ചുവന്ന ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കും. അവസാന കാലത്തേക്ക് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെ ഗിഫ്റ്റുകളാണ് ദൈവം നമുക്ക് തരുന്നത്? ഒന്നാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുക ഒരു പുതിയ ഹൃദയമാണ്. കരുണ കാണിക്കുന്ന ഒരു പുതിയ ഹൃദയം ദൈവകരുണ നമുക്ക് തരികയാണ്. ഈശോയുടെ കരുണ എനിക്കും നിങ്ങൾക്കും തരുന്ന ഒരു പുതിയ ഹൃദയമാണ്. രണ്ടാമതായി സജീവമായ ഒരു പ്രതീക്ഷ, ന്യൂ ഹോപ്പാണ്. ഒരു പുതിയ ഹോപ്പ് കർത്താവിന്റെ കരുണ നമുക്ക് തരും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരും. മൂന്നാമതായിട്ട് ദൈവം തരുന്ന ഈ വചനം മുഴുവൻ വായിച്ചു, ഞാൻ ഓൾറെഡി വായിച്ചു. അതിൻ്റെ അകത്ത് ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു വെക്കുകയാണ്. എല്ലാം നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. മൂന്നാമത് ദൈവം നമുക്ക് തരുന്ന ഒരു പുതിയ വീടാണ്. പുതിയൊരു വീട് എന്ന് പറഞ്ഞാൽ എന്താണ് പുതിയ വീട്? നമ്മുടെ സ്വർഗരാജ്യത്തേക്കുള്ള പ്രതീക്ഷയാണ്. കരുണ ലഭിക്കുന്ന നിനക്ക് സ്വർഗത്തിലേക്കൊരു പ്രതീക്ഷയാണ്. നമ്മുടെ നിയോഗം നൽകിയ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് 8-ാം ദിനത്തിൽ നൊവേനയുടെ ദിനം. അതായത് വലിയൊരു പ്രതീക്ഷ, പുതിയൊരു വീട്, സ്വർഗത്തിനൊരു വീട് നമുക്ക് തരികയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഞാൻ നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ ഈ മരണത്തിന് ശേഷം എനിക്ക് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. അത് കർത്താവിന്റെ കരുണ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ സാത്താൻ പറയുന്നത് അങ്ങനെയല്ല. മരിച്ചു നീ ഇനി നുണയാണ്. അവൻ നുണയുടെ ചില തലങ്ങൾ നമ്മളോട് പറഞ്ഞു വെക്കും. നുണയാണ് സാത്താൻ നമുക്ക് തരുന്ന ഒരു പ്രതീക്ഷ. പക്ഷെ കർത്താവ് തരുന്ന പ്രതീക്ഷ നുണയുടെ ഫലങ്ങളല്ല, സ്വർഗത്തിന്റെ വലിയ പ്രതീക്ഷയാണ്. കർത്താവിന്റെ വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വലിയ പുതിയ ജീവിതം, ഈ സ്വർഗരാജ്യത്തിലെ ജീവിതം, സ്വർഗമുണ്ട്. കരുണ കാണിക്കുകയാണ് ദൈവം നിന്നോട്. എന്തിനാണെന്നറിയാമോ? നീ ഞാൻ സ്വർഗത്തിൽ ചെന്ന് ചേരണം. ഈ കരുണ ഈ സ്വർഗരാജ്യത്തിലേക്ക് എന്നെയും നിങ്ങളെയും വിളിക്കുന്ന ദൈവം പറയാണ്. സ്വർഗരാജ്യത്തിൽ ഒരു പുതിയ ഹോം ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കരുണയാണിത്. ഞാൻ വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. എന്റെ പിതാവിന്റെ സ്ഥലത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട്. ആ പുതിയ വാസസ്ഥലത്തെ കുറിച്ച് കർത്താവ് പറയുന്നത് ഡെത്ത് പ്രൂഫാണ്. പിന്നെ എന്താണ് ഡെത്ത് പ്രൂഫാണ് എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ടച്ച് ഇല്ലാത്ത ഒരു സ്ഥലം. അത് ദൈവം എനിക്ക് നിങ്ങൾക്ക് കരുണയോടെ വച്ച് നീട്ടിയിരിക്കുകയാണ്. കുരിശിൽ മരിച്ച കർത്താവ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി കരുണയോടെ വച്ചു നീട്ടിയതാണ് പാപത്തിന്റെ ടച്ച് ഇല്ലാത്ത ഒരു വീട്, ഒരു സ്വർഗരാജ്യം. വീണ്ടും കർത്താവ് പറയാണ് ഒരിക്കലും അസ്തമിക്കാത്ത സൗന്ദര്യം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗരാജ്യം എന്ന് പറയും. ഈ കർത്താവിന്റെ കരുണ സമ്മാനിക്കുന്ന 3 കാര്യങ്ങളാണ്. എനിക്ക് നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ പ്രതീക്ഷ തരും, ഒപ്പം തന്നെ ഒരു പുതിയ വീട് ദൈവം തരും. സ്വർഗരാജ്യം എന്ന വീട്, അവിടെ പാപത്തിന്റെ ലാഞ്ചനകളില്ല, അസ്തമിക്കാത്ത സൗന്ദര്യമുള്ള സ്വർഗരാജ്യത്തിന്റെ പ്രതീക്ഷയുള്ള ഒരു വീടാണ് സ്വർഗം നമുക്ക് വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവകരുണയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ കരുണ കൊണ്ട് എന്റെ സമ്പത്തിന്റെ തടസ്സം മാറുക എന്നുള്ളതല്ല, എന്റെ മക്കൾക്ക് ജോലി കിട്ടുക എന്നുള്ളതല്ല, ഇതൊന്നുമല്ല സ്വർഗം ആഗ്രഹിക്കുന്നു. മറിച്ച് വ്യക്തിപരമായി ഞാൻ ഈ കരുണ അനുഭവിച്ച് സ്വർഗരാജ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കണം. സ്വർഗത്തിലേക്ക് ഞാൻ എത്താനാണ് ദൈവം എന്നെ കരുണയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ് പറയുന്നൊരു കാര്യമാണ്, ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ഞാൻ അനുതപിച്ച് സ്വർഗത്തിലേക്ക് എത്താനാണ്. ഓരോ അനുഗ്രഹങ്ങളും ഓരോ കരുണയും കാണിക്കുമ്പോൾ താഴ്മയോടെ നിന്ന് കർത്താവെ എവിടെയാണ് എനിക്ക് കുറവെന്ന് തിരിച്ചറിഞ്ഞ് ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിലേക്ക് ഞാൻ മുഖം തിരിക്കണം. കരുണ കാണിക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയാണെങ്കിൽ കരുണയുള്ളൊരു കർത്താവ് നമുക്ക് കാണിച്ചു തരേണ്ട കാര്യമില്ല. കാരണം ഈ ലോകത്ത് എല്ലാ നിയമങ്ങൾ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. പക്ഷെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ വലിയ ദൈവ കരുണ എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്. ഈശോയെ അത് എനിക്ക് തരണേ, എന്റെ കുടുംബത്തിന് തരണേ. ഈ വലിയ കരുണ എന്റെ കുടുംബത്തോട് കാണിക്കണമേ. പ്രാർത്ഥിക്കണം. എന്നെയും എന്റെ മക്കളെയും ജീവിത പങ്കാളിയൊക്കെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്വർഗത്തിന്റെ കരുണ എന്ന് പറയുന്നത് എന്റെ ജീവിതത്തെ സ്വർഗത്തോളം ഉയർത്താനുള്ളതാണ്. അത് മറന്നു കളയരുത്.
ബാക്കിയൊക്കെ കർത്താവ് കൂട്ടിച്ചേർക്കും. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ എത്രയോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കും. ഇനിയും പറയാനാണെങ്കിൽ ഇന്ന് മുഴുവൻ തീരാത്ത അത്ഭുതങ്ങളുണ്ട്, ഇഷ്ടംപോലെ ടെസ്റ്റ് മണികളുണ്ട്. പക്ഷെ അതല്ല, ഇനി ദൈവകരുണയെ കുറിച്ച് ധ്യാനിക്കുമ്പോ സ്വർഗത്തോളം എത്തിപ്പെടുന്ന ഒരു കരുണ സ്വന്തമാക്കാൻ പ്രാർത്ഥിക്കണം. ആ കരുണ നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ കർത്താവ് നമ്മളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ: റെസ്പോൺസ് ചെയ്യുക, സിൻസിയർ ആയിരിക്കും. ദൈവത്തിന്റെ വിളിയോട് അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യുക, സിൻസിയർ ആയിരിക്കും. പൗലോസ്ലീഹായെ ദൈവം തെരഞ്ഞെടുത്തു കഴിഞ്ഞ് പിന്നെ പുറകോട്ട് നോക്കിയിട്ടില്ല, ഓടുവാണ്. പാപിനിയായ സ്ത്രീയെ കത്ത വിമുക്തമായി പിന്നെ അവൾ വിശുദ്ധ പദവിയിലേക്ക് ഒരു ഓട്ടമാണ്. നമുക്ക് കരുണ കിട്ടിയിട്ട് നമ്മൾ ഇന്നും പുറകോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട്. ദൈവം അനേകം കരുണ കാണിച്ചിട്ടും വീണ്ടും പുറകോട്ട് കഴിഞ്ഞ നാളുകളിലേക്ക് നോക്കിയിരിക്കുകയാണ് നമ്മൾ. ഇപ്പൊ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, മുന്നോട്ട് പുറകിൽ നിന്ന് എന്തെങ്കിലും അനുദപിക്കാനുണ്ടെങ്കിൽ അനുദപിച്ച് സ്വർഗത്തിലേക്ക് ഒരു യാത്രയിലേക്ക് ഞാൻ നിങ്ങൾ തിരിച്ചു വരണം. ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവമക്കളെ, വലിയ കരുണയുടെ തിരുനാളിന് വേണ്ടി ഏറ്റവും അടുത്ത് ഒരുങ്ങുന്ന ദിനങ്ങളാണ് ഈ ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ആദ്യ വെള്ളിയാഴ്ച എല്ലാം കൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഈ കൂട്ടായ്മയുടെ മേല് കർത്താവിന്റെ വലിയ കരുണ ഒഴുകും. എന്തൊക്കെ നമ്മൾ പ്രയത്നിച്ചാലും ദൈവത്തിന്റെ കരുണ ഈ കൂട്ടായ്മയുടെ മേല്, ഈ മക്കളുടെ മേൽ, ഈ ജീവിതങ്ങളുടെ മേൽ നിറയപ്പെടണം. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് എനിക്ക് തോന്നുന്നില്ല എല്ലാ മാസവും ഇതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഒരുമിച്ച് കൂടുന്ന മറ്റൊരു കൂട്ടായ്മ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ എല്ലാവരും ഇവിടെ പല രാജ്യങ്ങളിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ എല്ലാം ഒന്ന് ഓർക്കണം. അവരിലെല്ലാം ദൈവത്തിന്റെ വലിയ കരുണ ഒഴുകി എത്തണം. ഈശോയെ, ഞങ്ങളുടെ ചുറ്റുപാടുകൾ ഈശോയുടെ കരുണ ഒഴുകി എത്തണം. നിലവിളിച്ചു പ്രാർത്ഥിക്കണം ഈ കരുണയ്ക്ക് വേണ്ടി. ഈ നാളുകളില് എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കണം. രാത്രികളില് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി ഉറക്ക നിലവിളിക്കേണ്ട സമയമാണ്. ഈശോയെ, നിന്റെ കരുണ എന്റെ കുടുംബത്തിലേക്ക്, എന്റെ മക്കളിലേക്ക് നീ തരണ ഈശോ. ഞങ്ങളെല്ലാം സ്വർഗരാജ്യത്തിന്റെ കവാടത്തിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകരുത്. നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കൊണ്ടുവരുന്ന, തോളിലേറ്റുന്ന ഒരു ഈശോയെ നമ്മുടെ മുമ്പിൽ യോഹന്നാൻ ശ്ലീഹ 10-ാമത്തെ അധ്യായത്തിൽ സുവിശേഷത്തെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ കരുണ അത്രയും വലുതാണ്. ഞാൻ എന്നെ എപ്പോഴും ടച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. യേശാവിനെ ആകട്ടെ ഞാൻ വെറുത്തു, യാക്കോബിനെ ആകട്ടെ ഞാൻ സ്നേഹിച്ചു. അവന്റെ മനസ്സിനിണങ്ങുന്നവരോട്, അവൻ ഇച്ഛിക്കുന്നവരോട് അവൻ കരുണ കാണിക്കുക. അത് മറക്കരുത്. അവന്റെ മനസ്സിനോട് ചേർന്നിരിക്കാനുള്ള ഒരു കൃപയാണ് നമ്മൾ ഈശോയോട് ചോദിക്കേണ്ടത്. മനുഷ്യന്റെ ആഗ്രഹങ്ങളല്ല, പ്രയത്നങ്ങളല്ല, മറിച്ച് ദൈവ കരുണ നിന്റെ ജീവിതത്തെ തൊടണം. ഈശോയെ, എന്റെ കുടുംബത്തെ, എന്റെ മക്കളെ, എന്റെ പ്രിയപ്പെട്ടവരെല്ലാം നിന്റെ വലിയ കരുണ തഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യത്തിന്റെ വലിയ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എല്ലാ മക്കളും ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക. ഈശോയെ, വലിയ ഇടപെടലുകൾ ഇന്ന് എന്റെ കുടുംബത്തിനുണ്ടാവട്ടെ. അത് ആത്മീയ മേഖലയാകട്ടെ, ഭൗതിക മേഖലയാകട്ടെ, സാമ്പത്തിക മേഖലയാകട്ടെ, വ്യക്തിപരമാകട്ടെ, രോഗപീഠകളുടെ മേഖലയായിക്കോട്ടെ, ഏത് മേഖലയും ആകട്ടെ, ഈ കരുണ നിന്നെ തൊടാതെ പോകരുത്. ഈശോയുടെ കരുണ ഇന്ന് നിന്റെ ജീവിത തലങ്ങളിലേക്ക് തൊടാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ച് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ, ഭൂമിക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് അവിടുന്ന് എന്റെ ഭക്തരോട് കാണിക്കുന്ന വലിയ കാരുണ്യം. ഈശോയെ, ഇന്ന് വലിയ കരുണ ഈ കൂട്ടായ്മയോട് നീ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈ മക്കളെ ഓരോരുത്തരെയും പേരായി നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. കർത്താവെ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണേ. ഈശോയെ, എന്റെ ദിവ്യകാരുണ്യ നാഥ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിന്നെ ക്ഷണിക്കുക, ഞങ്ങളുടെ മധ്യത്തിലേക്ക് നിന്നെ ക്ഷണിക്കുക. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരെയും നിനക്ക് സമർപ്പിച്ചുകൊണ്ട് ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, സ്തുതിക്കുന്നു. ഹല 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 ഹല. എല്ലാ മക്കളുടെ മേൽ ഈശോയുടെ കരുണ ഒഴുകട്ടെ. എല്ലാ മക്കളുടെ മേൽ ദൈവത്തിന്റെ വലിയ കരുണ ഒഴുകട്ടെ. ഈശോയുടെ വലിയ ശക്തി ഇടപെടലുകൾ ഉണ്ടാവട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ, മഹത്വം, 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 മഹത്വം. ഈശോയെ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഈശോയെ, നന്ദി, നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ കുട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് ദിവ്യകാരുണ്യനാഥന്റെ സാന്നിധ്യത്തിലേക്ക് എല്ലാ മക്കളും കടന്നു വരും. ഈശോയെ,
എന്റെ പൊന്നു കർത്താവെ, വലിയൊരാഗ്രഹം, ഒരു നിലവിളി, ഒരു പ്രാർത്ഥന, ദൈവ കരുണ നിന്നെ തൊടാൻ ഉണ്ടാകണം നിന്റെ ഹൃദയത്തിൽ. ഈശോയെ, എന്റെ പൊന്നു കർത്താവെ, വലിയ കരുണ എന്നോട് കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കും. പുറപ്പാട് പുസ്തകം 34 അധ്യായം 6-7 വചനങ്ങളിൽ പറയുന്നു, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തത്തിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. അതേ പ്രിയപ്പെട്ടവരെ, ഈശോയെ, നിന്റെ ഈ വചനം ഞാൻ ഏറ്റെടുക്കുകയാണ്. തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ക്ഷമിച്ച് പൊറുത്ത് ആയിരങ്ങളോട് കരുണ കാണിക്കുന്ന ഞങ്ങളുടെ വലിയ ദയയോട് എന്റെ ജീവിതത്തോട് കരുണ കാണിക്കാൻ ആഗ്രഹിച്ചു നിന്റെ സന്നദ്ധയിൽ ഞാൻ ആയിരിക്കുകയാണ്. ഈശോയെ, നിയമാവർത്തനം 4 അധ്യായം 31 വചനം, നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്, അവിടെ നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ ഇല്ല. വചനം പറയുകയാണ്. ഈശോയെ, നിന്റെ കരുണ ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നിന്റെ വലിയ കരുണ. നെഹെമ്യ 9:31, കർത്താവ് തന്റെ കാരുണ്യാതിരേകം നിമിത്തം അവിടുന്ന് അവരെ നിർമൂലമാക്കുകയോ പരിത്യജിക്കുകയോ ചെയ്തില്ല. അവിടുന്ന് ദയാലുവും കൃപാനിധിയുമായ ദൈവമാണ്. ഈശോയെ, പൊന്നു കർത്താവേ, വലിയ കാരുണ്യം കാണിക്കണമേ എന്ന് ആഗ്രഹിക്കട്ടെ. നിന്റെ ജീവിതത്തെ മുഴുവൻ ഈശോയുടെ കരങ്ങളിലോട്ട് വെക്കും. ഈശോയെ, ദൈവകരുണ തിരുനാളിന് വേണ്ടി ഏറ്റവും അടുത്ത് ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന ഈ ദിനങ്ങളിൽ, ഈ ആദ്യ വെള്ളിയാഴ്ച ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ, കർത്താവേ, സ്വർഗത്തിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചുകൊണ്ട് സ്വരമുയർത്തി, കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിച്ചു സ്തുതിച്ചേ. യേശുവേ, 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 യേശുവേ. ഈശോ, ആരാധന, 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 ആരാധന. കർത്താവേ, മഹത്വ, മഹത്വ. രോഗക്കിടക്കയിലായിരിക്കുന്നവർ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ, കണ്ണുനീരിലായിരിക്കുന്നവർ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ, ജോലിയില്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ, ആത്മീയ മേഖലയിൽ വലിയ തടസ്സങ്ങൾ നിൽക്കുന്നവർ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ഇന്ന് ഈ രാത്രിയിൽ കർത്താവേ, വലിയ കരുണ ഞങ്ങളുടെ കുടുംബത്തോട്, ഞങ്ങളുടെ ദേശത്തോട് കാണിക്കണം. ഈശോയെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ മക്കളും കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ആഗ്രഹമല്ല മക്കളെ, പ്രയത്നമല്ല, ദൈവത്തിന്റെ വലിയ ദയയ്ക്ക് വേണ്ടി, ഈശോയെ, വലിയ ദയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ശല ബല 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 ബല. ആരോഗ്യ ബോറ ദിരി 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 ദിരി. ഈശോയെ, ആരാധന, 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 ആരാധന. കർത്താവേ, മഹത്വം, 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 മഹത്വം. ഈശോയെ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 3 അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. മുടന്തന് സൗഖ്യം കൊടുക്കുന്ന ദർശനം ഇപ്പോൾ ഈശോ സമയത്ത്, ആ വചന ദർശനം കർത്താവ് ഈ സമയത്ത് തരികയാണ്. കർത്താവ് ഇപ്രകാരം പറയുകയാണ്. പത്രോസും യാക്കോബും യോഹന്നാനും പ്രാർത്ഥിക്കാൻ ആ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ, ദേവാലയ കവാടത്തിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന മുടന്തനായ ഒരു മനുഷ്യനെ കാണും. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ച് അവനവരെ നോക്കുകയാണ്, കൈനീട്ടുകയാണ്. സ്വർണമോ വെള്ളിയോ ഇല്ലാത്ത പത്രോസ് അവനോട് പറയുകയാണ്, സ്വർണമോ വെള്ളിയോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. കർത്താവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ഈശോയാകുന്ന വലിയ കരുണ അവനിലേക്ക് കൊടുത്തപ്പോ 40 വർഷത്തോളം അധികമായി തന്റെ ജീവിതത്തെ വേദനകളിലൂടെ കടത്തിവിട്ടി ആ മനുഷ്യൻ കർത്താവിന്റെ കരുണ സ്വന്തമാക്കിയതായി സമയത്ത് ഈശോ പെട്ടെന്ന് വചനം തരികയാണ്. പ്രിയപ്പെട്ട മക്കളെ, ആഗ്രഹിക്കുക, കർത്താവെ, അതുപോലെ എന്റെ ജീവിതത്തിന്റെ പല മേഖലകളിൽ, ആത്മീയമാകട്ടെ, സാമ്പത്തികമാകട്ടെ, രോഗപീഠകളാകട്ടെ, വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്ന എന്റെ ജീവിതത്തെ ഈശോയുടെ കരങ്ങളിലോട്ട് വെച്ച് ഒരിക്കൽ കൂടി സ്വരം ഉയർത്തി വിളിച്ച് യേശുവേ എന്ന് വിളിക്കട്ടെ. കർത്താവിന്റെ കരുണ നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. ഈശോയുടെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവേ, മഹത്വം, മഹത്വം, മഹത്വം. വലിയ കരുണ നാഥനോട് ചേർന്നിരുന്നു കൊണ്ട് എല്ലാ നൊമ്പരങ്ങളും വേദനകളും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ നമുക്ക് ഈശോയെ ഒന്ന് പാടി ആരാധിക്കാം. ഈശോയെ, എന്റെ പൊന്നുനാഥ, സർവ്വത സമർപ്പിച്ച് ആരാധിക്കുന്ന കർത്താവേ, എല്ലാം വിട്ടു നിന്ന് ആരാധിക്കുന്ന കർത്താവേ, എല്ലാം ഏൽപ്പിച്ചു നിന്ന് ആരാധിക്കുന്ന കർത്താവേ, സ്നേഹത്തോടെ ഈശോയോട് ചേർന്നിരുന്നു എല്ലാ മക്കളും ആരാധിക്കട്ടെ. കർത്താവേ,
കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ, നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈശോ എല്ലാ മക്കളോടും കരുണയും ദയയും കാണിക്കണേ. എല്ലാ കുടുംബങ്ങളിലേക്കും ഈശോയുടെ വലിയ കരുണ ഒഴുകണമേ എന്ന് ആഗ്രഹിച്ച് ചങ്ക് തുറന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ വത്സലതാതനായ എന്റെ പൊന്നു കർത്താവേ, രക്ഷകാ കർത്താവേ, കരുണയായിരിക്കും ഈശോ, കരുണയായിരിക്കണം ഈശോ. നീ സ്രഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ സ്രഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേയ്ക്കാരാധന. യേശുവേ ആരാധന. എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേയ്ക്കാരാധന. ഈശോയെ ആരാധന. എല്ലാ വേദനകളെയും എല്ലാ കണ്ണീരുകളെയും ഈശോയ്ക്ക് കൊടുക്കട്ടെ. ഈശോയോട് ചേർന്ന് ആരാധിക്കട്ടെ എല്ലാ മക്കളും. ഈശോയുടെ കരുണ ശരീര സൗഖ്യങ്ങൾ ഈശോ തരുന്നൊരു സമയമായിട്ട് ഈശോ കാണിച്ചു തരികയും ശരീരത്തിന്റെ വലിയ വേദനകളിലും അലർജി രോഗങ്ങളും ശരീരത്തിന്റെ ചില മേഖലകളിൽ ഈ സമയത്ത് സൗഖ്യം ഒഴുകുന്നു. ഈശോയെ കരുണയാക്കണേ. കർത്താവേ, ജോലിയില്ലാത്ത മക്കളുടെ മേൽ ഈശോയുടെ കരുണ ഒഴുകട്ടെ. 23:8 അവിടുത്തെ കരുണയും നന്മയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ കരുണയും നന്മയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. ഈശോയെ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈശോ ആരാധന. അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേയ്ക്കാരാധന. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേയ്ക്കാരാധന. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ആരാധന. ഒരിക്കൽ കൂടി ഈശോയെ സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവേ, മഹത്വം, മഹത്വം, മഹത്വം. സ്വർഗീയ രാജാവേ, സ്തുതിക്കുന്ന എല്ലാ മക്കളെയും ഈശോയുടെ കരുണ ഒഴുകട്ടെ. ഈശോയുടെ വലിയ കരുതൽ ഒഴുകട്ടെ. ചോദിക്കും മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവേ, ഇന്നോടെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് നീ ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞു. ഈശോയെ, കർത്താവിന്റെ വലിയ സംരക്ഷണം അനേക ജീവിതങ്ങൾക്ക് ഭയം എടുത്തു മാറ്റുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. കർത്താവ് വലിയ സംരക്ഷണ വിശുദ്ധ അനുഗ്രഹിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കൽ കൂടി കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നീ വളരെ ഏകാഗ്രതയോടെ ആയിരിക്കും. നീയും നിന്റെ കർത്താവിന്റെ ഹൃദയവും നിന്നോട് സംസാരിക്കും.
കർത്താവിന്റെ ഹൃദയം, കരുണ നിറഞ്ഞ ഹൃദയത്തോട് നീ നിന്റെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കും. എൻ്റെ ഈശോയെ, ഇത്രത്തോളം ചെറുതായ, കഴിവ് കുറഞ്ഞു പോയ, ബലഹീനമായ എൻ്റെ ജീവിതം, കർത്താവിന്റെ വചനം കേട്ടില്ലേ? എസാവിനെയാകട്ടെ ഞാൻ വെറുത്തു, യാക്കോബിനെയാകട്ടെ ഞാൻ സ്നേഹിച്ചു. പിന്നെ കർത്താവ് മറ്റൊരു വചനത്തിൽ പറയുകയാണ്, യാക്കോബ് തീരെ ചെറിയവനല്ല. കർത്താവ് യാക്കോബിനെ സ്നേഹിക്കാൻ കാരണം അവന്റെ മനസ്സിന്റെ എളിമയാണ്, താഴ്മയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഹൃദയത്തിന്റെ മുൻപിൽ ആയിരിക്കുക, കരുണ ചോദിക്കുകയാണ് നമ്മൾ. ഒത്തിരി വലിയ ദൈവശാസ്ത്രങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ കരുണയുള്ള ഹൃദയം നമ്മുടെ നേരെ തിരിക്കാൻ ഒത്തിരി താഴ്മയോടെ ആയിരിക്കും. ഈശോയെ, ഞാൻ ചൊല്ലിയ എല്ലാ പ്രാർത്ഥനകൾക്കും അപ്പുറത്ത് വലിയ ഹൃദയ താഴ്മയോടെ എന്നെ തന്നെ ചെറുതാക്കിക്കൊണ്ട് നിന്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുക. കർത്താവ്, ഇത്രയും പഠിച്ച്, ഇത്രയും അധ്വാനിച്ച്, ഇത്രയും ജോലിക്ക് അപ്ലൈ ചെയ്തു. ആരും അങ്ങനെ ചിന്തിക്കണ്ട. കരുണയില്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല. ജോലി കിട്ടാത്ത മക്കള് ദൈവകരുണയിലേക്ക് നിന്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുക. ഈശോയെ, തീരെ ചെറിയവളായ, തീരെ ചെറിയവനായ ഞാൻ എൻ്റെ ജീവിതത്തെ നിനക്ക് തരികയാണ്. ഈശോ, എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. വലിയ കാരുണ്യം, ഒത്തിരി സ്നേഹത്തോടെ ചോദിക്കട്ടെ എല്ലാ മക്കളും. ദൈവം നമ്മുടെ ജീവിതത്തോട് താണിറങ്ങി വരുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈശോയെ അങ്ങ് ചേർത്ത് പിടിക്കണം. ഈശോ എൻ്റെ സ്വന്തമാണ്. എനിക്ക് ഈശോ എല്ലാ ബലവും തരും. ഈശോന്റെ ഈ ദുരിതങ്ങളിൽ എനിക്ക് ബലം പകരും. എൻ്റെ ഈ കഷ്ടതയിൽ എന്നെ കർത്താവ് ശക്തിപ്പെടുത്തും. കർത്താവേ, കൂടെയാകണേ അപ്പ. ഭാരങ്ങളെല്ലാം ഏറ്റെടുക്കണേ കർത്താവേ. പക്ഷെ ഈ സമയത്ത് കർത്താവ് ഒരു വ്യക്തിയോട് പറയുകയാണ്, ശത്രുവിന്റെ തല തകർക്കാനുള്ള ബലം നിനക്ക് ഞാൻ തരുന്നെന്ന്. ഒരുപക്ഷെ ഭയം തോന്നുന്നുണ്ടാകും. കേസ് സംബന്ധമായ എന്തോ കാര്യത്തെയോർത്ത് ഭയപ്പെടുന്ന ഒരു വ്യക്തിയെ ഈശോ ഈ സമയത്ത് ധൈര്യപ്പെടുത്തുകയും, ഒരു വ്യക്തിക്ക് ഈശോ ശരീരത്തിന്റെ വിശുദ്ധിയുടെ മേലെ കൃപ കൊടുത്ത് കരുണ കാണിക്കുകയാണ് കർത്താവ്. അവനെ ഉടുപ്പിക്കുകയാണ് ഈശോ. ഏതോ ഒരു വ്യക്തി തന്റെ ജീവിതത്തെ ഓർത്ത് ഒത്തിരി ഭാരപ്പെടുന്നുണ്ട്. എനിക്കിതിൽ നിന്നെല്ലാം മോചനം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ശരീര മേഖലകളിൽ എന്തോ വലിയ ഭാരം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ഈശോ ഈ സമയത്ത് വസ്ത്രം ധരിപ്പിക്കുകയാണ്, വിശുദ്ധി കൊടുക്കുകയാണ്, പുതിയ കൃപ കൊടുക്കുകയാണ്. ടെംപ്ടേഷനെ അതിജീവിക്കാനുള്ള കൃപ ഈശോ കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. കർത്താവ് വീണ്ടും ഈ സമൂഹത്തിന് വേണ്ടി മറ്റൊരു വചനം എനിക്ക് തരികയാണ്. പ്രിയപ്പെട്ട മക്കളെ, വലിയ കരുണയുടെ അനുഗ്രഹത്തിന്റെ ദിവസമാണ്. ഈശോ എനിക്ക് തരുന്ന വചനം ഇതാണ്, യെശയ്യാ 45:2. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും. ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന മക്കൾ ഈ വചനം ഏറ്റെടുക്കണം. ഈശോ ഇന്ന് തരികയാണ്. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും, ഇരുമ്പോടാമലൊടി പിച്ചലവാതിലുകൾ തകർക്കും. കഴിഞ്ഞ ദിവസം ഒരു അമ്മ പൊട്ടിക്കരയ്ക്കാണ്, സിസ്റ്റർ എൻ്റെ മോൾ ഇവിടെ വന്നു, ഒക്കെ വന്ന് കല്യാണം കഴിച്ചവര് ഒത്തിരി പാവപ്പെട്ട വീട്ടിൽ ഒരു ചേച്ചിയാ. അവൾക്ക് ഇതുവരെ ജോലി ആയിട്ടില്ല. അവളും ഞാനും ഒക്കെ പ്രാർത്ഥിച്ചു മടുത്തു. എല്ലാവർക്കും ജോലി കിട്ടി, എൻ്റെ കൊച്ചിന് മാത്രം ജോലി കിട്ടുന്നില്ല. പ്രാർത്ഥിക്കാൻ ചേച്ചിയെ ആശ്വസിപ്പിച്ച് വചനമൊക്കെ പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, രാവിലെ അമ്മ ഒരുപാട് സന്തോഷത്തോടെ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. ഒത്തിരി സിസ്റ്ററിനെ ഞാൻ സങ്കടപ്പെടുത്തി, കരയിപ്പിച്ചു. പക്ഷെ ദൈവം വലിയ കരുണ കാണിച്ചു. എൻ്റെ കൊച്ചിന് നല്ലൊരു കമ്പനി ജോലി കിട്ടിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രാർത്ഥനകളൊന്നും വ്യർത്ഥമല്ല, നിന്റെ കരച്ചിലൊന്നും വ്യർത്ഥമല്ല. അതെല്ലാം കാണുന്ന ഒരു കർത്താവിന്റെ മുമ്പിലാണ് നീ ആയിരിക്കുന്നത്. യേശുവേ, എന്റെ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ എനിക്ക് തന്നെ തള്ളി മാറ്റാൻ പറ്റുന്നില്ല കർത്താവ്. പലതും മാറിപ്പോകുന്നില്ല ഈശോയെ, അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് ഉള്ളുനൊന്ത് പ്രാർത്ഥിക്കട്ടെ. ഉള്ളുനൊന്ത് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് 11-ാം മണിക്കൂറിൽ എത്തിയതുപോലൊരു അവസ്ഥയായിരിക്കും ചിലപ്പോൾ നമുക്കുള്ളത്. കർത്താവേ, ആ 11-ാം മണിക്കൂറിലെത്തിയ ആളിനോട് നീ കരുണ കാണിച്ചതുപോലെ എന്നോട് വലിയ കരുണ കാണിക്കണേ ഈശോയെ. എന്നോട് കരുണ കാണിക്കണേ. സ്വയം ചെറുതാകാൻ മക്കളെ ഈശോ വീണ്ടും പറയാണ്. ഈ കൂട്ടായ്മയോ സ്വയം ചെറുതാകാൻ ഈശോ വീണ്ടും ആവശ്യപ്പെടുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 18-ാമത്തെ വചനം. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്. അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ട മക്കളെ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എന്നോട് കാരുണ്യം കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ.
എന്റെ ഈശോയെ, എന്റെ ഹൃദയ നമ്പരങ്ങളോട് കാരുണ്യം കാണിക്കണം ഈശോ. വീണ്ടും പുസ്തകം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 20-ാമത്തെ വചനം. എഫ്രായീം എന്റെ വത്സലപുത്രനല്ല, എന്റെ ഓമനക്കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവന്റെ സ്മരണ എന്നിൽ ഉദിക്കും. എന്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു. എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു. എല്ലാ മക്കളും എന്നോടും നിങ്ങളോടും വലിയ കാരുണ്യം കാണിക്കുന്ന ഈശോയെ നോക്കി പ്രാർത്ഥിച്ച ഈശോയെ, എന്നോട് കരുണ കാണിക്കണേ. കരയേണ്ട സമയമാ പ്രിയപ്പെട്ട മക്കളെ. കരഞ്ഞ് നിലവിളിച്ച് നിന്റെ ജീവിതത്തിന്റെ നിയോഗങ്ങളെ ഏൽപ്പിച്ചു കൊടുക്ക. എല്ലാ സങ്കടങ്ങളെയും പ്രാർത്ഥനകളെയും ഈശോയുടെ അൽത്താരയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോ ഈശോ എല്ലാ മക്കളും വിളിക്കട്ടെ. ഈശോയെ 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 ഈശോയെ. ഓരോ മക്കളും വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, എന്റെ ഈശോയെ, ഹൃദയ താഴ്മയുടെ ആഴങ്ങളിൽ നിന്ന് വിളിച്ചു പ്രാർത്ഥിക്കും. ഈശോ, എന്നോട് കരുണ കാണിക്കണം. ഈശോയെ, എന്റെ ജീവിതത്തോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഭവനമില്ലാത്ത മക്കൾ കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. രോഗപീഠയിലായിരിക്കുന്ന മക്കൾ കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. ജോലിയില്ലാത്ത മക്കൾ കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, നായിബലെ സ്ത്രീ നിന്റെ പിന്നാലെ വന്നപ്പോ കർത്താവെ ശവമജത്തിന്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് അവള് പോകുമ്പോ അവളുടെ അടുക്കലേക്ക് ചെന്ന് പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ, കാനാൻകാരി നിന്റെ പിന്നാലെ വന്നപ്പോ തിരിഞ്ഞു നോക്കിയതുപോലെ, അവളോട് സംസാരിച്ചതുപോലെ എന്നോട് കരുണ കാണിക്കണം. ഈശോയെ, ഈശോയെ, എന്റെ ജീവിതത്തോട് കരുണ കാണിക്കണം. ഈശോയെ, പ്രിയപ്പെട്ട മക്കളെ, ഓരോ വചനങ്ങളും നമ്മൾ ഇന്ന് കടന്നു പോകും. വലിയ കരുണ ഈശോ വലിയ കരുണ കാണിക്കുകയാണ് നമ്മൾ. യേശുവേ, എല്ലാ വേദനകളോടും എന്റെ ജീവിതത്തെ ചേർത്ത് വെക്കുകയാണപ്പ. ഈശോയുടെ തിരിശരീരത്തിലെ മുറിവേറ്റ പാടുകൾ, ഉത്യതന്റെ മുറിവുകൾ നമുക്ക് വലിയ സൗഖ്യമാണ് മക്കളെ. എല്ലാ മക്കളും ഉത്ഥാനം ചെയ്ത ഈശോയുടെ തിരുമുറിവിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ ചേർത്ത് വെക്കും. ഈശോയെ, അങ്ങ് പറഞ്ഞില്ലേ വലിയ കാരുണ്യം എന്നോട് കാണിക്കുമെന്ന്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യം. ഈശോയെ, പരിപൂർണമായിട്ട് നീയാകുന്ന വലിയ ശക്തിയിലേക്ക് എന്റെ ജീവിതത്തെ ഞാൻ ചേർത്ത് വെക്കുകയാണ്. കർത്താവെ, കരുണ കാണിക്കണം. ഈശോയെ, വലിയ കരുണ കാണിക്കണം. എല്ലാവരും വ്യക്തിപരമായി ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. മക്കളെ ഓർത്തുള്ള ആകുലതകളും കുഞ്ഞുങ്ങളെ ഓർത്തുള്ള കരച്ചിലുകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ഏറ്റെടുക്കണേ. കർത്താവേ, കർത്താവേ, നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ വലിയ വെളിപ്പെടുത്തലുകൾ തരണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, നന്ദി പറയുന്നു. ഈശോയെ, ഈശോയെ നന്ദി പറയുന്നു. കർത്താവെ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ആരാധന. ഒരിക്കൽ കൂടി ഈശോയെ സ്തുതിച്ച് എല്ലാ മക്കളും സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് ഈശോയുടെ കൃപ നിറയട്ടെ. എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് ഈശോയുടെ വലിയ കാരുണ്യം നിറയട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ, നന്ദി, 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 നന്ദി. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. കർത്താവ് സമയത്ത് മരണത്തെ കാത്തുകിടക്കുന്ന 2 ജീവിതങ്ങളെ കാണിക്കുക. ഈശോ പറയുക, മരണത്തിനായി ആ വ്യക്തികളെ കർത്താവ് ഒരുക്കുകയാണ്. പ്രായമേറെയായി, ഒരുപാട് വയ്യാതായി, ജീവിതം തീർന്നതൊക്കെ ആഗ്രഹിക്കുന്ന നല്ല മരണം കാത്തുകിടക്കുന്ന 2 വ്യക്തികളെ ഈശോ പ്രത്യേകമായിട്ട് എടുത്ത് കാണിച്ചു തരുന്നു. ഈശോയെ അനുഗ്രഹിക്കണേ. കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി. ഈശോയെ ആരാധന. ഈശോയുടെ മഹത്വം ഉണ്ടാവട്ടെ. ഈശോയുടെ മഹത്വം വെളിപ്പെടുകയാണ്. ഈശോയെ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് വീണ്ടും ദിവ്യകാരുണ്യ ഈശോയുടെ ഒരു വിഷൻ നമുക്കിപ്പോ തരുന്നുണ്ട്. എല്ലാ മക്കളും ദിവ്യകാരുണ്യത്തോടൊന്ന് ചേർന്നിരുന്നു. ഈശോയെ, എന്നോട് ചേർന്നിരിക്കണ ഈശോയെ പ്രാർത്ഥിക്കുക. ഓരോ മക്കളും ഈശോ എന്നോട് എന്റെ ജീവിതത്തിൽ വലിയ കാരുണ്യമായിട്ട് മാറണേ. ഈശോ, ദിവ്യകാരുണ്യനാഥ, എന്നോട് വലിയ കാരുണ്യം കാണിക്കണമേ.
എന്റെ ജീവിതത്തോട് വലിയ കാരുണ്യം കാണിക്കണേ അപ്പ. കരയട്ടെ, മനസ്സ് കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ കൃപ അത് സമൃദ്ധമായി തരികയാണ്. മക്കള് പരീക്ഷ എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പരീക്ഷ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കളുണ്ട്. എക്സാം, OET, CBT, OSCE പരീക്ഷ എഴുതിയ മക്കളെ പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം. IELTS എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ, വിസ പ്രോസസ്സിംഗിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു ഈശോ. അനേകം മക്കളുടെ ജീവിതം ദുരിതത്തിലായിരിക്കുന്ന ഒത്തിരി അവസ്ഥകൾ ഈ സമയത്ത്, ഈ കാലഘട്ടത്തിലുണ്ട് ഈശോയെ. ഈശോയെ, 2 കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് നീ വിശ്വസിക്കുക ഈശോയെ. നിന്റെ ഈശോയ്ക്ക് പറ്റും, നീ വിശ്വസിക്കുക. നിന്റെ കർത്താവിന് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും. വിശ്വസിക്കും മക്കളെ. വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ആ ദിവ്യകാരുണ്യത്തിലേക്ക്, കാരുണ്യം നിറഞ്ഞ ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് യേശുവിനെ വിളിച്ചു വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, എന്റെ ജീവിതത്തോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിച്ച് ആരാധിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഈശോയെ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. കർത്താവേ, ഞാൻ വിശ്വസിച്ച് ഏറ്റു പറയുന്നു കർത്താവേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ആരാധന, 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 ആരാധന. യേശുവേ, മഹത്വം, 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 മഹത്വം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. ഹല, 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 ഹല. യേശുവേ, ആരാധന, 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 ആരാധന. ഈശോയെ, മഹത്വം, 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 മഹത്വം. ഈശോയെ, നന്ദി, 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 നന്ദി. ഹല, വര, 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 ദിരി, 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 ദിരി. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. കർത്താവിന്റെ കരുണ എല്ലാ മക്കളെയും തൊരട്ടെ, എല്ലാ മക്കളെയും തൊരട്ടെ. രോഗപീഠകൾ മാറട്ടെ. ജോലി കിട്ടിയെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ജോലി കിട്ടിയെന്ന് വിശ്വസിക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ പ്രത്യേകം സമർപ്പിക്കുന്ന കർത്താവെ, കുടുംബജീവിതത്തിന്റെ വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്ന മക്കള്, വലിയ വഴക്കിൽ അകപ്പെട്ടിരിക്കുന്ന മക്കള്, സമാധാനമില്ലാത്ത മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. ഈശോയെ, മഹത്വം, 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 മഹത്വം. യേശുവേ, നന്ദി, നന്ദി, നന്ദി. സ്നേഹത്തോടെ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കും. ഈശോയെ, എല്ലാ മക്കളുടെയും കണ്ണുനീരുകൾ, എല്ലാ മക്കളുടെയും വേദനകളെ നിനക്ക് സമർപ്പിച്ചു ഒരു ഹൃദയത്തോടെ നമുക്ക് ഈശോയെ ചേർന്ന് പാടി ആരാധിക്കാം. ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ ആരാധിക്കാം. വലിയ കരുണ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ ചോദിച്ച കാര്യങ്ങളെല്ലാം ഈശോ ഏറ്റെടുത്തിരിക്കുക. ഈശോ തരും. സങ്കീർത്തനം 36:7 വചനം പറയുന്നു, ദൈവമേ, നിങ്ങളുടെ കാരുണ്യം എത്ര അമൂല്യമാണ്. മനുഷ്യമക്കൾ അങ്ങനെ ചിറകളുടെ തണലിൽ അഭയം തേടുന്നു. ഈശോയെ, അതാ ഞങ്ങൾ അഭയം തേടി നിന്റെ മുമ്പിൽ വന്നിരിക്കും. ആ വലിയ കാരുണ്യം, ആ വലിയ ദയ എന്റെ ദിവ്യകാരുണ്യനാഥാ ഈ മക്കളോട് കാണിക്കണേ. ഈ മക്കളോട് കാണിക്കണമേ എന്ന് നെഞ്ചു തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, യേശുവേ, എല്ലാ ജീവിതത്തിലും സ്തുതി പാടിടും എന്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.
എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രന അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രന അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുകയെന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുകയെന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്ത